ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് പകൽ ദൈവം നമുക്കായി തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ആ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. പല പ്രതിസന്ധികളുടെ മധ്യേ പ്രയാസങ്ങളുടെ വാർത്തകളെല്ലാം ഉണ്ടെങ്കിലും അതിനകത്തും സന്തോഷങ്ങളെ നൽകി അനുഗ്രഹങ്ങളെ നൽകി ദൈവം നമ്മളെ വഴി നടത്തിയ ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ ആ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ദൈവം ഒരുവന്റെ ജീവിതത്തിനകത്ത് നന്മ ചെയ്യുമ്പോൾ കണ്ണടച്ച് തുറക്കുന്നത് പോലായിരിക്കും ദൈവത്തിന്റെ നന്മ. അതൊരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പൊന്നൂരിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യുന്നത്. ഈ പൊന്നൂരിൽ എനിക്ക് തോന്നുന്നു 2 വർഷത്തിന് മുമ്പ് മുതൽ ദൂത് പറയുന്നുണ്ട്, പൊന്നു പോവാൻ പോവാ എന്ന് പറയുന്നത്. സ്തോത്രം. അന്ന് പൊന്നു ഇടയ്ക്ക് വരും, ഇടയ്ക്ക് വരത്തില്ല. ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞു, ഹസ്ബൻഡുമായിട്ട് അല്ലെങ്കിൽ സ്തോത്രം സൗന്ദര്യപ്പെടക്കുണ്ട്, അതുകൊണ്ട് വരത്തില്ല എന്ന് പറയും. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ചില വാക്കുകൾ പൊന്നുന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രാവശ്യം ഇച്ചിരി ഉറപ്പോടാ വരുന്നത്. എന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഹസ്ബൻഡ് നീ വിട്ടാലും വിട്ടില്ലെങ്കിൽ ഞാൻ വരും. എനിക്ക് എന്റെ ദൈവത്തിന് മാത്രമേ എനിക്ക് സമാധാനം തരാൻ പറ്റത്തുള്ളൂ. കാര്യം സമാധാനക്കേട് ഉണ്ടാവുമ്പോഴെല്ലാം ഞാൻ ദൈവസ്ഥനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നീ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞോ പിണങ്ങിയോ ഒന്നും എനിക്ക് വിഷയമല്ല, ഞാൻ ആരാധനിക്കും. അത് തീരുമാനമെടുത്തപ്പോൾ ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല. ഹസ്ബൻഡും അതുവരെ ഹസ്ബൻഡ് വിഷയങ്ങളായിരുന്നു. പക്ഷെ ആ വിഷയങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? മാറി. അതേപോലെ തന്നെ ദൈവം ആ തീരുമാനമെടുത്ത് ഉറച്ചു നിന്നപ്പോഴാണ് ദൈവം പറഞ്ഞത് ദുബൈയിലേക്ക് അയക്കൂ. ഹസ്ബൻഡ് പറഞ്ഞു, ദൈവം പോയ ഗൾഫിൽ വിടത്തില്ല, അത് ഈ ജോലിക്ക് വിടത്തില്ല. അത് ദൂത് പറഞ്ഞതിന്റെ ഉച്ചയ്ക്ക് വിളിച്ചെടുത്ത് പറയാൻ സ്തോത്രം ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യത്തില്ലെന്ന്, ഈ ജോലിക്ക് വിടത്തില്ല. അതുകൊണ്ട് ഞാൻ വേറെ എന്തോ കോഴ്സ് പഠിക്കാൻ പോകും. ഗൾഫിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ദൂത് പോകണമെന്നുണ്ട്, പക്ഷെ എന്തോ ചെയ്യണം, വേറെ കോഴ്സ് പഠിക്കണം. അപ്പോഴും ദൈവം ശക്തമായിട്ട് പൊന്നൂനോട് പറഞ്ഞു, ഈ കോഴ്സിൽ തന്നെ ദൈവം വിടത്തും, ഈ കോഴ്സിലെ ദൈവം നന്മ തരത്തും. അപ്പുവിന്റെ ഉള്ളിൽ കിടക്കുന്ന ചില തെറ്റായ ധാരണകളുണ്ട് ഗൾഫിനെ കുറിച്ചും അല്ലെങ്കിൽ ജോലിയെ കുറിച്ച് തെറ്റായ ഉള്ളതെല്ലാം പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊന്നും അല്ല അവിടെ നടക്കാൻ പോകുന്നത്. പൊന്നൂരെ അയക്കുന്ന ആരാ? ദൈവം അയക്കുന്നെങ്കിൽ ദൈവമക്കളെ കരുതേണ്ട കാര്യം ആരാ? ദൈവമക്കളുടെ ആരോഗ്യം, ദൈവമക്കളുടെ ബുദ്ധി, ജ്ഞാനം, അതുപോലെ ദൈവമക്കളുടെ പോക്ക് വരവെല്ലാം കരുതേണ്ട ആരാ? കർത്താവ്. അത് കർത്താവ് കരുതിക്കൊള്ളും. സ്തോത്രം. അത് ആ ദൂത് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴേ ഹസ്ബൻഡ് വായണം. ഞാൻ ഓർക്കും ഒരു തടസ്സവുമില്ല. അത് ദൈവം വഴി തുറന്നാൽ തടയുന്നവരെല്ലാം മാറും. ദൈവം വാതിൽ എപ്പോഴും നമ്മൾ ഓർത്തോണം, നമ്മുടെ മുന്നിൽ ഒരു വാതിൽ തുറക്കാൻ ദൈവം ആഗ്രഹിച്ച പിന്നെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളായിട്ട് തുറക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും അടഞ്ഞു പോകും. നമ്മൾ വെയിറ്റ് ചെയ്യാൻ നമുക്ക് തയ്യാറില്ല. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വേണം, നമ്മൾ തുറക്കും. ആ തുറക്കുന്ന നമുക്ക് എന്ത് ചെയ്യും? ആപത്തായി തീരും. അത് കഴിഞ്ഞപ്പോ പൊന്നൂന്റെ ആ ദിവസങ്ങളിൽ വരുമ്പോൾ പൊന്നൂന്റെ അടുത്തൊരു ദൂത് പറഞ്ഞു, ദൈവാലോചന പറഞ്ഞു. സ്തോത്രം. പൊന്നു നിൽക്കുന്ന ജോലി ഒറ്റ നിമിഷം കൂടെ വിട്ടേ. ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോഴാണ് പ്രതികൂലം വരുന്നേ. ഒറ്റയടിക്ക് ജോലി പോയിടത്തിനെ പൊന്നു വിഷമിച്ചു, അയ്യോ ജോലി പോയി. പിന്നെ പിറ്റേന്ന് അത് കയറാനുള്ള അവസരം കിട്ടിയിട്ട് പൊന്നു കയറിയില്ല, കളഞ്ഞു ധൈര്യമായിട്ട് ചെയ്തു. അപ്പൊ എന്നിട്ട് പൊന്നൊരു കാര്യം പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് സമയം കിട്ടും. അപ്പോഴാണ് അടുത്ത ജോലി കൊടുക്കുന്നത്. ആ ജോലി സ്ഥലത്ത് വെച്ചാണ് ഇത് കിട്ടുന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതി. എന്നിട്ട് പൊന്നു ഒരു തീരുമാനം പറഞ്ഞു. അവർ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, അച്ഛൻ ദേവാലയത്തിനകത്ത് വരണം, വന്ന് പ്രാർത്ഥിച്ചാലേ ഞങ്ങൾ അനുഗ്രഹപ്പെടും, ഞങ്ങൾ അതുകൊണ്ട് അനുഗ്രഹപ്പെടാതെ കിടക്കുന്നില്ല. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമോ? എന്റെ മക്കളുടെ അനുഗ്രഹം മക്കളോട് അത്ര സ്നേഹം ഉണ്ടെങ്കിൽ ദേവാലയത്തിന് വരും. ദേവാലയത്തിനകത്ത് കൊണ്ടുവന്ന് 2-3 ആഴ്ചയും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ 3 ആഴ്ചയ്ക്ക് മുമ്പേ സന്തോഷ വാർത്ത കേൾപ്പിച്ചു. ഇല്ലേ? സ്തോത്രം. ദൈവം അയച്ചു. പ്രതികൂലമായ ചില അവസ്ഥകൾ മുള്ളിച്ചേർന്ന ജീവിതത്തിനകത്തുണ്ടെങ്കിലും എനിക്ക് ഉറപ്പുണ്ട്, പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവം കൊണ്ടുവരും, പൂർണ്ണ സൗഖ്യത്തോടെ കൊണ്ടുവരും. ഇനി ഏതൊക്കെ രോഗം ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും സ്തോത്രം ഒരു കാര്യമുണ്ട് ദൈവമക്കളെ, മനുഷ്യൻ കേൾക്കുമ്പോൾ മനുഷ്യമായി ചിന്തിക്കുന്നവന് അത് ഭയപ്പെടും. പക്ഷെ ആത്മീയമായി ചിന്തിക്കുന്നവന് അതൊന്നും കേട്ടാൽ ഭയപ്പെടത്തില്ല. കാര്യം എന്തുവാ? അതൊരു മേളിലൊരു ദൈവത്തെ ആരാധിക്കുന്നത്? നമ്മൾ ആരാധിക്കുന്നത്.
സ്തോത്രം. നമ്മളോട് പലരും ചോദിച്ചു സാക്ഷ്യത്തിനകത്ത് ചാനോണിസ്റ്റ് പറഞ്ഞു, അയ്യോ പലരും പറയുന്നുണ്ട് നിങ്ങൾ ദൈവമക്കളായിട്ട് എന്തോ ഇങ്ങനെ വരും. സ്തോത്രം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദൈവത്തിന്റെ ഏറ്റവും വലിയ അടുത്ത സ്നേഹിതനാണ്. ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിച്ച ഒരാളാണ്. ബാക്കിയുള്ളവരെല്ലാം ദൈവത്തിന്റെ ദാസന്മാരും അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിഷ്യന്മാരുമായിട്ടല്ല. ഈ ശിഷ്യന്മാരും ദാസന്മാരായിട്ട് വലിയ സ്ഥാനമാണ് സ്നേഹിതൻ. അല്ലയോ? ആണോ? ആണോ? നമ്മളെ കുടുംബത്തിൽ നമ്മളെ സഹോദരങ്ങളായിട്ട് ചില സ്ഥാനം നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ അടുത്ത സ്നേഹിതൻ, നമ്മളോടൊപ്പം നിൽക്കുന്നത്. ആ സ്നേഹിതൻ എന്ന് പറയുന്ന വാക്കിന് അത്രയ്ക്ക് വിലയുണ്ട്. ഇന്ന് പല സ്നേഹത്തിനും കാപട്യമായാൽ പോലും, കഴുത്ത് പിടിച്ച് നമ്മളെ കൊല്ലാൻ വേണ്ടി ഇരിക്കുന്നതിനാൽ പോലും യഥാർത്ഥ സ്നേഹിതന്മാരുണ്ട്. സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്നതായിട്ട് കൂടുതലായി സ്നേഹിക്കുന്ന സ്നേഹിതന്മാരുണ്ട്. അപ്പൊ സ്നേഹിതന്ന് വിളിച്ച വ്യക്തിയാണ്, വിളി കേട്ട വ്യക്തിയാണ് ആര്? ലാസർ. ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർക്കാറുണ്ട്, സ്നേഹിതൻ യേശുവിനെ പറഞ്ഞ ഒറ്റ ഒരാൾ ആരാ? ലാസറിനെ. അപ്പൊ ലാസറിന് അത്രയ്ക്ക് ആരോട് ചേർന്നിരിക്കാൻ പറ്റും? സ്നേഹിതന് വേണമെങ്കിൽ എന്റെ പോക്കറ്റിൽ ഒന്ന് പൈസ എടുക്കാൻ പറ്റും, ഇല്ലയോ? എന്റെ പോക്കറ്റിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട് എന്നെങ്കിൽ എന്റെ സ്നേഹിതനാണെങ്കിൽ അവന് സുഖമായിട്ട് ഒന്ന് കൈയിടാൻ പറ്റും. അതെനിക്ക് ആവശ്യമുള്ള ആരെങ്കിലും ആവശ്യം എനിക്കുണ്ട്, അതാന്ന് എനിക്ക് ചോദിക്കാൻ പറ്റും. അതുപോലെ ഒരു സ്നേഹിതന്റെ അടുത്ത് ചോദിക്കുന്നതിന് മടി കാണിക്കുന്നില്ല, ഇല്ലയോ? നമ്മളൊരു അനിയന്റെ അടുത്തോ ബന്ധുവിന്റെ അടുത്തോ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എമൗണ്ട് ചോദിക്കണമെങ്കിലോ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഒരു ചമ്മലും, ഇല്ലയോ? അവര് കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അനിയനായ പോലും നമ്മൾ എന്ന് ചോദിക്കാൻ ഒരു ചമ്മലുണ്ട്. പക്ഷെ നമ്മളെ സ്നേഹിതനാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ ചമ്മലും. അതുകൊണ്ട് കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. സ്തോത്രം. ഒരുവനും അവന്റെ മക്കളും മുറി അടച്ചു കിടന്നു, വെളിയിൽ വന്നൊരുത്തരുന്ന് കൊട്ടുപോവാ. അവ സ്നേഹിതനായോണ്ടാ കൊട്ടുന്നേ. ഒന്ന് തുറക്കടാ, എന്റെ വീട്ടിൽ ആള് വന്നത്, അവർക്ക് വല്ല ഫുഡ് കൊടുക്കണം, എന്തെങ്കിലും നീ ഒന്നെങ്കിൽ താ. ദൈവം ഒരു ഉപമ പറയുന്നുണ്ട്. അപ്പോഴ് അവൻ അകത്തിരുന്നോണ്ട് പറയാം, എടാ പിള്ളേർ ഉറങ്ങി, നീ എന്നെ ശല്യപ്പെടുത്താൻ പോവും, എനിക്ക് ഉറങ്ങണം. അപ്പോഴ് അടുത്ത വാക്യത്തിന് പറയുന്നു, അവൻ സ്നേഹിതനായോണ്ട് അവന് ഒരു മടുപ്പും ഇല്ലാതെ പിന്നെയും കൊട്ടിക്കൊണ്ടിരിക്കും. എടാ ഒന്ന് തുറക്കടാ, ഇറങ്ങി വാടാ, ഒന്നുകൂടെ നിർബന്ധിക്കും. അവൻ പറഞ്ഞിട്ട് പോകുന്നില്ല, നിർബന്ധിക്കും. അവനോട് എന്ത് ബുദ്ധിമുട്ടായാലും എഴുന്നേറ്റ് എന്നിട്ട് അത് ഉറക്കുക അവന് വേണ്ട. അത് എങ്ങനെയാ? സ്നേഹിതൻ. ബന്ധമാണോ? സഹോദര ബന്ധമാണോ? അല്ല, സ്നേഹിതൻ. അപ്പോൾ യേശുവിന്റെ തോളെ കൈയിടാൻ യോഗ്യനാരാ? ഇല്ലയോ? ഇല്ലയോ? നമ്മളെ ഇപ്പൊ അടുത്തൊരാളായാലും തോളെ കൈയിടാൻ നമുക്കൊരു ചപ്പലെല്ലാം ഉണ്ട്, ഇല്ലയോ? പക്ഷെ നമ്മൾ സ്നേഹിതനാകുമ്പോൾ തോളെ കൈയിടും. അത്രയ്ക്ക് സ്നേഹിതനായിരുന്നു ആര്? ലാസർ മരിച്ചു. 3 ദിവസം കഴിയും, 98 മണിക്കൂറോളം കഴിയും. ആര് വന്നു? യേശു വന്നു. യേശു ആദ്യമായിട്ട് കരയുന്നു. സ്നേഹിതന്റെ വേർപാടില്ല കരയുന്നു. ഓർത്തോ? കരയുവോ? ലാസറിന് രോഗം വന്നില്ലേ? രോഗം വന്നോ ഇല്ലയോ? യേശുവിന്റെ സ്നേഹിതനാ. രോഗം വന്നോ ഇല്ലയോ? രോഗം വന്നു. മരിച്ചു. രോഗത്തിൽ മരിച്ചു. യേശു വന്നു. ലാസറിനെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ നിന്നോട് പറഞ്ഞു, ഇവൻ ലാസറിന്റെ സ്നേഹിതനായിട്ട് പോലും ഇവന് വല്ലതും ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കത്തില്ലായിരുന്നു. ഇവൻ ഇനി വല്ലതും ചെയ്യുമോ? യേശു എന്ത് ചെയ്തു? സ്വന്തം സഹോദരി വന്ന് പറഞ്ഞു, മാർത്ത പറഞ്ഞു, യേശുവേ കല്ലറ തുറക്കല്ലേ, കല്ലറ നാറ്റം വെച്ച് കഴിഞ്ഞു. അത് ഇന്നലെ ബോഡി കൊണ്ടുവച്ചതായിരുന്നെങ്കിൽ നിനക്ക് തുറന്ന് കാണായിരുന്നു. ഇത് 4 ദിവസമായി, 3 ദിവസം കഴിഞ്ഞു, 4-ാം ദിവസമാ. കല്ലറ എന്തിയല്ലേ? തുറക്കരുതേ, നാറ്റം വെച്ചു. ആരാ പറയുന്നത്? സ്വന്തം സഹോദരി. യേശുവിന്റെ സ്നേഹിതനാണ് ആര്? ലാസർ. യേശുവിന് അതൊരു വിഷയമേ അല്ല. കല്ലറ തുറക്കുന്നില്ല. അപ്പോഴൊരു കാര്യം ഓർത്തോളം ദൈവമക്കളെ, നാറ്റം വെച്ചവനെ സുഗന്ധമാക്കുവാൻ ഒരാൾക്കേ കഴിയത്തുള്ളൂ. അത് നസ്രയനായ യേശുവിനെ കഴിയത്തുള്ളൂ. ഇന്ന് പ്രിയ ദൈവമക്കളെ, ഞാൻ ശപിക്കപ്പെട്ടവനാവാം, നിന്ദിക്കപ്പെട്ടവനാവാം, പരിഹസപ്പെട്ടവനാവാം. ദേശത്തിനകത്ത് ബന്ധുമിത്രാദികളുടെ മധ്യയിൽ, സുഹൃത്തുക്കളുടെ മധ്യയിൽ, അല്ലെങ്കിൽ നാട്ടുകാരുടെ മധ്യയിൽ എല്ലാം ഞാൻ ആരാണ്? ശപിക്കപ്പെട്ടവനാവാം, നിന്ദിക്കപ്പെട്ടവനാവാം, പരിഹസപ്പെട്ടവനാവാം, അപമാനപ്പെട്ടവനാവാം. പക്ഷേ ഈ അപമാനം, ഈ നാറ്റമെല്ലാം മാറ്റാൻ യേശു ഒന്ന് ഇറങ്ങി വന്നാൽ മതി. യേശു വന്ന് എന്റെ പേരൊന്ന് വിളിച്ചാൽ മതി. എന്റെ നാറ്റം മാറും, എന്റെ ക്ഷീണം മാറും, എന്റെ രോഗം മാറും, എന്റെ കുടുംബത്തെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ പൊട്ടും. എന്റെ ഫൈനാൻസ് പ്രകാരം എന്റെ ഫൈനാൻസ് ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാതെ ഫൈനാൻസിൽ എന്നെ കെട്ടിവെച്ച് മാനസികമായി എന്നെ തകർക്കുന്ന ദുഷ്കാത്മ ശക്തിയുടെ സേനയെ തകർക്കുവാൻ കഴിയും.
ദൈവത്തിന് കഴിയും. നമ്മളൊരു വേസ്റ്റാ, നാട്ടം വെച്ചതാ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി പറയാൻ തുടങ്ങിയിട്ടേയും ഇത് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, അതിനകത്തുനിന്ന് അത്ഭുതത്തോടെ പുറത്തു കൊണ്ടുവരുവാൻ ആർക്ക് കഴിയും? അത്രമാത്രമാണ് ആര് സ്നേഹിക്കുന്നത്? യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഇന്ന് ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തമായി സംസാരിച്ച ദൂത് ഞാൻ പറയാം. സ്തോത്രം. ദൈവമേ, ഒരു ഉയർച്ച എന്താ കർത്താവെ തരാത്തത്? എന്താ ഈ പ്രതികൂലം? ദൈവം ദൂത് പറഞ്ഞല്ലോ, ദൂത് പ്രകാരമാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഓർത്തോണം ദൈവമക്കളെ. സ്തോത്രം. കൈകാലുകൾ വയ്യാങ്കിയെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറയണം, കർത്താവ് എനിക്ക് കരമഴിച്ച് ആരാധിക്കണം, എന്റെ കൈയുടെ ജോയിന്റുകളെല്ലാം സൗഖ്യങ്ങളായിരിക്കണം, എന്നെ ശരീരത്തെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ അഴിയണം. അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കൈകാലെല്ലാം അഴിയും. ഹാർട്ടിനെ പ്രോളകി ഹാർട്ട് എനിക്ക് എന്റെ ദൈവത്തെ ഇരിക്കേണ്ട സ്ഥലമാണ്, ദൈവം ഇരിക്കേണ്ട ഹൃദയമാണ്. ഇതിനകത്ത് എനിക്ക് വേദന ഉണ്ടാവല്ലേ, ബ്ലോക്ക് ആവല്ലേ. എന്റെ ബ്ലോക്ക് അവസ്ഥ മാറണം. എന്റെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ഞാൻ പ്രാർത്ഥിക്കുക. എന്റെ രക്തക്കുഴലുകളെ അടയ്ക്കുന്ന സ്തോത്രം ഹാമി ഹാർട്ട് എല്ലാ വേദനകളും മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ. പഴയ പോലെ ഞാൻ ജനിച്ചപ്പോ എന്റെ രക്തക്കുഴലിൽ ഒരു തടസ്സവുമില്ലാതെ രക്തം പമ്പ് ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ കരമെന്നെ തൊടട്ടെ. അതിനകത്ത് ഹീൽ നടക്കട്ടെ, ദൈവത്തിന്റെ സൗഖ്യം നടക്കട്ടെ. അതേപോലെ എന്റെ ഡയബറ്റിക് രോഗം മാറിപ്പോട്ടെ. ഡയബറ്റിക് എന്ന് പറയുന്ന പിശാചിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. ഞാൻ ജനിച്ചപ്പോ ഇല്ലാത്ത ഡയബറ്റിക്, ഇടകാലത്ത് പാരമ്പര്യ രോഗമെന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്ന രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ വിടുതൽ എന്റെ കുടുംബത്തിനകത്തോട് വെളിപ്പെടട്ടെ. ആമേൻ. ഇതിനകത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആരഴിച്ചു മാറ്റും? അഴിച്ചു മാറ്റും. എന്നെ ചിലപ്പോൾ ഫൈനാൻസ് പ്രകാരം സാമ്പത്തിക കാര്യത്തിനായിരിക്കും നിന്നെ പിടിക്കുന്നത്. സാമ്പത്തികമായി നിന്നെ തളർത്തുന്നുണ്ട്, രോഗമായി തകർത്തുന്നുണ്ട്, മാനസികമായി തകർത്തുന്നുണ്ട്, ജോലി കാര്യത്തിനകത്ത് തകർത്തുന്നുണ്ട്, അല്ലെങ്കിൽ പോക്കിലും വരവിലും പല രീതിയിൽ നിനക്ക് തല ഉയർത്തി നോക്കാൻ പറ്റാത്ത രീതിയിൽ ലജ്ജിപ്പിക്കുന്ന രീതിയിലേക്ക് നിന്നെ തകർക്കുന്നുവെങ്കിൽ നീ ഒരു കാര്യം ഓർത്തോണം, ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? എന്റെ യേശുവിന്റെ നാമത്തിന് വേണ്ടിയാണ്. ഞാൻ എന്റെ യേശുവിന്റെ നാമത്തിന് വേണ്ടിയാണ് ഞാൻ അനുഭവിക്കുന്നത്. കാര്യം ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ ആർക്ക് ഇമ്പോർട്ടൻ്റ്? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഞാൻ യേശുവിന് ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നത്, ഈ അനുഭവങ്ങളെല്ലാം എന്റെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആര് കാണുന്നുണ്ട്? കർത്താവ് കാണുന്നുണ്ട്. നിശ്ചയമായി ആര് മറുപടി തരും? കർത്താവ് ഇതിനകത്തെല്ലാം സന്തോഷിക്കുന്ന രീതിയിൽ ആർക്ക് മറുപടി തരും? നമുക്ക് മറുപടി. പ്രാർത്ഥിച്ചോണം, ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ഇതേപോലെ അങ്ങോട്ട് അധികാരത്തോട് പ്രാർത്ഥിക്കാമെങ്കിൽ രോഗമെല്ലാം മാറും. കാല് ചലിക്കാൻ തുടങ്ങും, കൈ ചലിക്കാൻ തുടങ്ങും. ചലിക്കുന്ന പ്രാണികൾ ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കുന്നത് പോലെ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റും? ആരാധിക്കാൻ പറ്റും, ദൈവത്തെ സ്തുതിക്കാൻ പറ്റും, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. അപ്പൊ രോഗവും രോഗബന്ധനങ്ങളും എല്ലാം അഴിയും. സാമ്പത്തികമായി ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ മാറും. ദൈവം എനിക്ക് തന്ന ദൂത് എന്ന് പറഞ്ഞാൽ, എന്നോട് കർത്താവ് പറഞ്ഞു, സഭയെ കുറിച്ച് പറഞ്ഞു, ദൈവമക്കളെ കുറിച്ച്, ഓരോ കുടുംബത്തെ കുറിച്ച് പകൽ ഇവിടെ ആരാധിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞ ദൂത് ഇതാ. സ്തോത്രം. ഇസ്രായേൽ ജനത്തിനെതിരെ ഫറവോൻ നിന്നു. അവസാനത്തെ 10 കൽപ്പന, 10 ബാധ അയച്ചതിന്റെ അവസാനത്തെ ബാധയാണ് പറയാൻ പോകുന്നത്. എന്തുവാ? ഇസ്രായേൽ ജനത്തിനെതിരെ ആര് നിൽക്കുക? ഫറവോൻ നിൽക്കുക, ഫറവോനും കൂട്ടരെ നിൽക്കുക. അപ്പോൾ ദൈവം പറയുക, ഇന്ന് സംഹാര ദൂതൻ ഇറങ്ങും. വീടിന്റെ കട്ടല പുറത്ത് കുഞ്ഞാടിന്റെ രക്തം പൂശാത്തവന്റെ വീടിനകത്തെല്ലാം ആര് കയറും? സംഹാര ദൂതൻ കയറും. അവന്റെ ഭവനത്തിൽ ആദിജാതനായി ജനിച്ചവനെ ഞാൻ കൊണ്ടുപോയി സിംഹാസനം കൊടുക്കാനല്ല, തീർത്ത് കളയുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ അതെന്തോ അപ്പ ഈ അള്ളപ്പാട് എന്ന് പരിശുദ്ധാത്മാവ് പറയുക, നിനക്കും നിന്റെ കുടുംബത്തിനും എതിരെ വാദിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തികളെ ദൈവം ദേശത്ത് വെളിപ്പെടുത്തി കാണിക്കുന്ന രീതിയിൽ നിനക്കെതിരെ എഴുന്നേൽക്കുന്ന നിനക്കെതിരെ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന നീ പോലും അറിയാതെ നിന്റെ സഭയ്ക്കെതിരെ, ദൈവജനത്തിനെതിരെ, ദൈവഭവനത്തിനെതിരെ, സഭയ്ക്കെതിരെ, നിന്റെ ആത്മീയ ജീവിതത്തിനെതിരെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്തത്വങ്ങളും ഊരുകൾക്കുമെതിരെ, ദൈവത്തിന്റെ നന്മയ്ക്കെതിരെ, നിനക്കും നിന്റെ കുടുംബത്തിനും സഭയ്ക്കുമെതിരെ എഴുന്നേൽക്കുന്നവന്റെ ആദിജാതനങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നു. അവന്റെ കുടുംബത്തിനകത്ത് അനർത്ഥത്തോടെ അവൻ നിലവിളിക്കുമെന്ന്, നിനക്കെതിരെ അവൻ എഴുന്നേറ്റതിനെ ഓർത്ത് അനുദപിക്കുന്ന രീതിയിൽ, നിലവിളിക്കുന്ന രീതിയിൽ അവന്റെ കുടുംബത്തിനകത്ത് ബാധ വരുത്തി നിന്റെ കുടുംബത്തെ മോചിപ്പിച്ച് നിന്റെ കുടുംബത്തിനകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ വാക്തത്വം ദൂരം നൽകി ദൈവം പുറത്തു കൊണ്ടുവരും.
എഴുന്നേക്കാൻ പറ്റത്തില്ല. നിനക്ക് നിന്റെ കുടുംബത്തിന് എതിരെ തൊട്ടാൽ അമികാലെ പൊള്ളുന്ന രീതിയിലേക്ക് നിന്റെ കുടുംബത്തിനെതിരെ വാദിക്കുന്ന എല്ലാ ശത്രുവായി പിശാചിന്റെ കോട്ടകളിൽ വേരോടെ പിഴുതെറിഞ്ഞ് മാറ്റുമെന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയും. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഒരുവന്റെ വാക്കുകൊണ്ടോ ഒരുവന്റെ പ്രവൃത്തി കൊണ്ടോ ഒരുവന്റെ ആപചാരം കൊണ്ടോ ഒരുവന്റെ പ്ലാൻ കൊണ്ടോ നിന്റെ കുടുംബത്തെ തൊടുവാൻ കഴിയത്തില്ല. കാര്യമോ നീ നിന്റെ കുടുംബവും ഞാനും എന്റെ കുടുംബവും യേശുവിന് ഇമ്പോർട്ടന്റാ. യേശു ഞങ്ങളെ ഇമ്പോർട്ടന്റായിട്ടാ വിളിച്ചിരിക്കുന്നത്, തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ കരം അതിനകത്ത് തൊടും. ദൈവം അസാക്ഷ്യം കേൾപ്പിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അപ്പൊ ദൈവം അത്രയ്ക്ക് ആരെ കരുതുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനയുള്ള ഒരു സ്പെഷ്യൽ പ്രാർത്ഥന, സ്പെഷ്യൽ പ്രാർത്ഥന, സ്പെഷ്യൽ രീതിയിലേക്ക് ദൈവം പറയും ഏത് വിഷയത്തിനകത്ത് ഭാരപ്പെടുന്നത് ആ വിഷയത്തിനകത്ത് ആര് തരുക, സ്പെഷ്യലായിട്ട് ആര് കരുതുക, കർത്താവ് കരുതുക. ദൈവം മറുപടി തരും. സ്തോത്രം. ദൈവം എഴുന്നേൽപ്പിക്കും. സ്തോത്രം. ആദ്യ ജാതം നഷ്ടപ്പെട്ടവരെ ഫറവോൻ മുഴുവൻ കുലുങ്ങി, മിസ്രൈം മുഴുവൻ കുലുങ്ങി. ആമേ. ദൈവജനത്തെ ദ്രോഹിക്കുന്ന പരിപാടി നിർത്തി, ദൈവജനത്തെ വിട്ടുകൊടുത്തു. പൊക്കോളാൻ പറഞ്ഞു, നിന്റെ ഇഷ്ടപ്രകാരം പൊക്കോളാൻ പറഞ്ഞു, ഇനി ഞങ്ങൾ തടയത്തില്ലെന്ന് പറഞ്ഞു. അതേപോലെ തടഞ്ഞു വെച്ചിരിക്കുന്ന പ്രതികൂലങ്ങളെ ആരെടുത്ത് മാറ്റുമെന്ന് കർത്താവ് എടുത്ത് മാറ്റൂ. ഇന്ന് പകലത്തെ ആരാധനയിൽ ആ ബന്ധനം പൊട്ടിക്കുമെന്ന ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നത്. ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ബന്ധനം അഴിക്കുക. ഫൈനാൻസ് പ്രകാരം നിന്നെ കെട്ടിവെച്ചിട്ടുണ്ടോ? അത് പണപ്രകാരം സാമ്പത്തിക പ്രകാരം നിന്നെ കെട്ടിവെച്ചിട്ടുണ്ടോ? രോഗമായി നിന്നെ കെട്ടിവെച്ചിട്ടുണ്ടോ? ശാരീരികമായി മാനസികമായി നിന്നെ തകർക്കുന്നതിന് നീ കെട്ടിയിട്ടുണ്ടോ? അപ്പാ പിതാവെ നിന്റെ ജോലിയെ കെട്ടിയിട്ടുണ്ടോ? നിന്റെ നന്മയെ കെട്ടിയിട്ടുണ്ടോ? നിനക്ക് അനുഗ്രഹത്തെ കെട്ടിയിട്ടുണ്ടോ? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുക. അത് ദൈവത്തിനൊരു നിമിഷം മതി, ദൈവത്തിനൊരു നിമിഷം മതി, ദൈവത്തിനൊരു നിമിഷം മതി. എന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം ചെയ്യുവാൻ, അനുഗ്രഹം തരുവാൻ വിശ്വസിക്കുന്നവന് ശബകമന നിഗനധികമാണ് ഋതമന നിതന അസ്തര നഗരെ നിതമന ഋതനെ ആ ദൈവത്തിന്റെ ദൂതുകൾ പകൽ നിവർത്തിയാവട്ടെ, ദൈവത്തിന്റെ ആലോചന നിവർത്തിയാവട്ടെ, ദൈവത്തിന്റെ അത്ഭുതം നിവർത്തിയാവട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹം നിവർത്തിയാവട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. കർത്താവ് ഇത് പകൽ എടുത്ത് മാറ്റുമെന്ന് ഇന്ന് നമ്മൾ ആരാധിച്ചപ്പോൾ ദൈവം ദൂതമാണ്. ആ വിഷയം ഇന്നവന് എതിര് നിൽക്കുന്നവനെ വേരോടെ എടുത്തു മാറ്റി നിന്നെ ഭയപ്പെടുന്ന രീതിയിൽ, നിന്റെ ഫ്രണ്ടിൽ സറണ്ടർ ആവുന്ന രീതിയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന്റെ ദൂത് പറയും. ഇന്ന് നമ്മൾ കേട്ടപ്പോൾ ആ പ്രിയ പൈതൽ അവയെ എടുത്ത വചനവും അത് തന്നെയാണ്. എന്തു പറഞ്ഞേ? ലജ്ജിക്കുവാൻ അനുവദിക്കത്തില്ല. സ്തോത്രം. ആ വാക്ക് വലിയ കാര്യമാണ്. ശത്രുവിന്റെ ഫ്രണ്ടിൽ ലജ്ജിക്കുവാൻ അനുവദിക്കത്തില്ല. ഇന്ന് പലപ്പോഴും ശത്രുവിന്റെ ഫ്രണ്ടിൽ ലജ്ജിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ച് നീ പാർച്ചോ ആ ലജ്ജയിൽ നിന്ന് പുറത്തു വരാൻ പോവുക, മാനിക്കാൻ പോവുക, അനുഗ്രഹിക്കാൻ പോവുക കർത്താവ്. സ്തോത്രം. അപ്പൊ ലാസർ കേട്ടത് കർത്താവ് യേശുവിനെ വന്നിട്ട് പറഞ്ഞു, ലാസറെ പുറത്തു പോവാ. കല്ലറ തുറക്കല്ലെന്ന് മാർത്ത പറഞ്ഞു, നാറൂന്ന് മാർത്ത പറഞ്ഞു, എന്നിട്ട് അതിന് മുമ്പേ മാർത്ത പറഞ്ഞു, ഇപ്പൊ നീ പറഞ്ഞാൽ എന്ത് നടക്കും? ഈ പറഞ്ഞ വാക്ക് പറഞ്ഞ ആളാ. കല്ലറ എടുത്ത് കല്ലറ തുറക്കാൻ പറ്റുമ്പോൾ പറഞ്ഞു, എന്തുവാ യേശുവിനെ തുറക്കല്ലേ നാറൂ. അതിന് മുമ്പേ ഒരു സെക്കൻഡ് മുമ്പേ പറഞ്ഞ ഇത് തന്നെ നമ്മുടെ വിശ്വാസം. നമ്മൾ ഭയങ്കര കാര്യമെല്ലാം പറയും, പക്ഷെ പ്രതികൂലം വരുമ്പോ എന്ത് ചെയ്യും? നമ്മൾ ദൈവമക്കളാണെന്ന് പലപ്പോഴും തോന്നിപ്പോകും. ആ രീതിയിലാണ്. ദൈവമക്കൾ ഒരിക്കലും പതറല്ലേ. എന്ത് പ്രതികൂലവും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് നീയത്തില്ല, ദൈവം അറിയാത്തില്ല. ഈ 2025 ഈ സഭയ്ക്കും ഈ ദൈവജനത്തിനും അനുഗ്രഹപ്പെട്ട വർഷമാണ്. ഉറപ്പായിട്ട് പറയുക, 2025 മാറ്റങ്ങളുടെ വർഷമാണ്, അനുഗ്രഹങ്ങളുടെ വർഷമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ ദൂതുകളെല്ലാം ഓരോ കുടുംബത്തിനകത്തും വ്യക്തിയുടെ മേലും സഭയ്ക്കകത്തും നിവർത്തിയാവുന്ന വർഷമാണ് 2025. ഓരോ മാസവും ദൈവം കണ്ടോണം ഓരോ രീതിയിലുള്ള വിടുതലുകളും നന്മകളും തരും. അതിനകത്ത് പ്രതികൂലം വരും. ഇന്ന് നമ്മൾ പാടി ആരാധിച്ചു. കഷ്ടം നഷ്ടമെല്ലാം വരും. പക്ഷേ അത് ദൈവമക്കൾക്കുള്ളതാ. കഷ്ടവും നഷ്ടമല്ല. അപ്പോസ്തലന്മാരെല്ലാം വിട്ട് കർത്താവിനോടൊപ്പം ഇറങ്ങി
എന്തൊക്കെ കഷ്ടങ്ങൾ അവർ അനുഭവിച്ചു, പ്രതികൂലം അനുഭവിച്ചു, പ്രയാസം അനുഭവിച്ചു. അവർ ദൈവമക്കളാന്ന് പറഞ്ഞ് സ്തോത്രം. പത്രോസ് നടന്നു പോകുമ്പോഴ്, കർത്താവിന്റെ ശിഷ്യൻ നടന്നു പോകുമ്പോ, പത്രോസ് നടന്നു പോകുമ്പോഴ് രോഗികളെ കൊണ്ടുവന്ന് കിടത്തിയിട്ടേക്കുവാ റോഡ് സൈഡ്. എന്താ, അവന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ആളാ അവന്റെ ചുറ്റും കൂടിയേക്കുന്നത്. അപ്പൊ റോഡിൽ രോഗികളെ കൊണ്ട് വെച്ചേക്കോ. എന്തിനു വേണ്ടിയാ? അവന്റെ നിഴലൊന്നും തട്ടിയത് സൗഖ്യമാണ്. പത്രോസ് പോലും അറിയുന്നില്ല ഇവിടെ നടക്കുന്ന അത്ഭുതം അറിയത്തില്ല. യേശുവിന്റെ പോലും ആ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങിൽ തൊട്ടപ്പോഴാ സൗഖ്യമായി. പത്രോസിന് ദൈവം കൊടുത്തിരിക്കുന്ന പവർ നോക്കിക്കൊണ്ട് അവൻ നടന്നു പോകുമ്പോൾ എന്തുവാ? നിഴല് തട്ടുക, സൗഖ്യമാവും. പത്രോസ് അറിയുന്നില്ല അവിടെ അന്നൻ സൗഖ്യമാവുന്നത്, കുരുടൻ സൗഖ്യമാവുന്നത്, ചെരുടൻ കേൾക്കുന്നത്, ഊമൻ സംസാരിക്കുന്നത്, അല്ല തളർവാദക്കാരൻ എഴുന്നേറ്റ് പോകുന്നതൊന്നും ആരറിയുന്നില്ല. പത്രോസ് അറിയുന്നില്ല. പത്രോസ് യേശുവിന്റെ നാമേ നടത്തുക. അപ്പോൾ ഞാൻ ഓർക്കുക, പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഉള്ള ദൈവജനമേ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഹൃദയമുള്ളവരെ, നിന്റെ മേൽ ദൈവത്തിന്റെ പ്രകാശം എത്ര വലുതാണ്, തേജസ് എത്ര വലുതാണ്, തേജസ് എത്ര വലുതാണ്. ആ തേജസ്സിനെ അടക്കാൻ പറ്റുമോ? അടക്കാൻ പറ്റുമോ? സ്തോത്രം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ചർച്ചനകത്ത് തന്നെ സ്തോത്രം നേരത്തെ എല്ലാം സ്തോത്രം ദൈവത്തിന് വേണ്ടി ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നെല്ലാം പറഞ്ഞിട്ട് പോയിട്ട് കർത്താവിൽ നിന്ന് വിട്ട് അവരുടെ രീതിയിൽ പല റൂട്ടിലും അവർ കർത്താവിനെ കൊണ്ടുപോയി പല കാര്യങ്ങളും ചെയ്തിട്ട് ഇപ്പൊ കിടന്ന് നിലവിളിച്ചോണ്ടിരിക്കുക, ഇല്ലയോ? സ്തോത്രം. നിലവിളിച്ചോണ്ടിരിക്കുക, തങ്ങോഷിന്ന് അറിയാം. സ്തോത്രം. നിലവിളിച്ചോണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊക്കെ മരിക്കും, ഇപ്പൊ മരിക്കുമെന്നെല്ലാം പറഞ്ഞതാ. ആരെ വിട്ടുപോയി? അവർ ആത്മീയ ജീവിതത്തിനെ ഓർത്തുകൊണ്ട് അവരെന്ത് ചെയ്തു? പുറത്തു വന്നപ്പോഴേ പ്രതികൂലം വരാൻ തുടങ്ങി. അവരെന്തൊക്കെ പോയി ഒരിടത്തും ക്ലച്ച് പിടിക്കുന്നില്ല, കയറുന്നില്ല. കാര്യം ആരാ? കർത്താവ് ഉണ്ടെങ്കിലേ ക്ലച്ച് പിടിക്കത്തുള്ളൂ, കയറത്തുള്ളൂ. നീ ആരെ കണ്ടതാ? കർത്താവിനെ കണ്ടതാ. കർത്താവിനെ നീ അറിഞ്ഞവനാ. കർത്താവിനെ അറിഞ്ഞിട്ട് നീ കർത്താവിനെ വിട്ടുപോയാൽ നടക്കൂ. സ്തോത്രം. ദൈവം ചെയ്യുന്നത് പെതുക്കെ നന്മ തരാൻ പോകുന്നത്. നന്മ തരാൻ തുടങ്ങുന്നത് എന്തു? പടപടാന്ന് കണ്ണടയ്ക്കുന്ന തുറക്കുന്നുണ്ട് ദൈവം തന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് കിട്ടാൻ തുടങ്ങുന്ന എപ്പോഴാ? ചില കഷ്ടത്തിലൂടെ, പ്രയാസത്തിലൂടെ, പ്രതികൂലത്തിലൂടെ എല്ലാം പോയാലും സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, ഏത് വ്യക്തി ഏത് പ്രതികൂലത്തിന്റെ മേൽ കഷ്ടത്തിന്റെ മേലും പുറകുറുപ്പെല്ലാം ചെയ്യും. മനുഷ്യനായിട്ട് ജനിച്ചവെല്ലാം പുറകു. ഞാൻ ഉൾപ്പെടെ കർത്താവിനോട് ചോദിക്കുക, എന്താ കർത്താവേ? എന്നോട് സുനിത പലപ്പോഴും ചോദിക്കാറുണ്ട്, സ്തോത്രം ഈ വിഷയം വന്നപ്പോ എവിടെ നിങ്ങളുടെ വിശ്വാസം? ഞാൻ എപ്പോഴും സുനിതയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ദൈവത്തെ കൂടുതൽ അറിയപ്പോ ഞാൻ കർത്താവിനോട് സുനിതയോട് പറയുന്നത്, സുനിത എനിക്ക് വിശ്വാസക്കുറവുകൊണ്ടല്ല, എന്റെ കർത്താവ് എനിക്കത് ചെയ്തു തരാൻ ഞാൻ യോഗ്യനല്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ സറണ്ടറായിട്ട് മിണ്ടാതിരിക്കുന്നത്. വിശ്വാസക്കുറവുകൊണ്ടല്ല, എനിക്കത് കർത്താവ് ചെയ്തു തരണമെങ്കിൽ ഞാൻ വിശ്വസ്തനല്ല, അത്രയ്ക്ക് ഞാൻ വിശ്വസ്തനല്ല. എന്റെ ജീവിതത്തിനകത്ത് പോരായ്മയുണ്ട്, കുറവുണ്ട്. അതുകൊണ്ടായിരിക്കും കർത്താവ് എന്നെ താമസിപ്പിക്കുന്നത്. സ്തോത്രം. അല്ലാതെ സ്തോത്രം എന്റെ വിശ്വാസക്കുറവുകൊണ്ടല്ല. കർത്താവിനെ വിളിച്ചിറങ്ങി കർത്താവ് എന്ന് പറഞ്ഞവനെ എല്ലാം ആരനുഗ്രഹിച്ചിട്ടുണ്ട്? കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ലാസർ സ്തോത്രം മരിക്കുന്ന മുമ്പേ ആളയച്ചു. അന്നേരം നമുക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. കർത്താവ് എപ്പോഴും വന്നില്ല. കർത്താവ് പറഞ്ഞ് 2 ദിവസം കഴിയട്ടെന്ന് പറഞ്ഞു. ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നു, സൂക്ഷിച്ചു. കർത്താവ് ഇവിടെ വന്നപ്പോഴേ അടക്കം കഴിഞ്ഞു. 4 ദിവസമായി. കർത്താവ് എന്ത് ചെയ്തു? ലാസറിനെ കല്ലറയുടെ പുറത്തിരുന്നുകൊണ്ട് വിളിച്ചു. ഈ വിശ്വാസമുള്ള ദൈവമക്കളാ, ഈ പ്രസംഗിക്കുന്ന ദൈവമക്കളാ. എവിടെങ്കിലും ചെന്ന ഇതെല്ലാം പറയുന്ന ആൾക്കാരാ. പ്രതികൂലം വരുമ്പോഴെന്ത് ചെയ്യും? നിറച്ചു. നീ കല്ലറയൊന്നും ഇരിക്കണ്ട, അത്രയൊന്നും നീ അത്രയ്ക്ക് കഠിനമായിട്ട് വിശ്വസിക്കണ്ട. ഇല്ലെങ്കിൽ പോലും സ്വപ്നം നിന്റെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും വന്നാൽ അത് മാറ്റാൻ ആർക്കറിയാം? ദൈവത്തിനറിയാം. നമ്മുടെ ഒരു കാര്യം കേൾക്കുമ്പോഴേ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ട്, അല്ലെ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ട് യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ജാതികളാണ്. അതൊന്നും നിന്റെ കുടുംബത്തിനകത്ത് ഭവിക്കണമെങ്കിൽ ആര് ചിന്തിക്കണം? കർത്താവ് ചിന്തിക്കണം. കർത്താവ് അറിയാതെ നിന്റെ കുടുംബത്തിനോ നിന്റെ ശരീരത്തിനകത്തോ നിന്റെ തലമുറയിലോ വരണമെങ്കിൽ ആര് ചിന്തിക്കണം? കർത്താവ് അറിയണം. ഓർത്തോണം, കർത്താവ് അറിയണം. ആദ്യം നമ്മളെല്ലാം പതറുന്ന ആൾക്കാരാണ്. അപ്പോഴും നമ്മൾ പിന്നെ ചിന്തിച്ചോളൂ, എന്തുവാ ഇതിനകത്ത് ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട്, ദൈവത്തിന് അനുഗ്രഹമുണ്ട്. ഇന്ന് സാക്ഷ്യം പറഞ്ഞല്ലോ, സ്തോത്രം. നന്മ വരുമ്പോഴും പ്രതികൂലം വരുമ്പോഴും സ്തോത്രം ചൊല്ലുവി. അതാണ് ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ നന്മ വരുമ്പോഴേ സ്തോത്രം പറയാറുള്ളൂ. പ്രതികൂലം വരുമ്പോൾ സ്തോത്രം പറയുമോ? പ്രതികൂലം പറയുമ്പോഴേ നമ്മൾ പിറൂർക്കോ, ഈ ആഴ്ച ഞാൻ പോത്തില്ല. സ്തോത്രം. നമ്മൾ ഇതാ പറയുന്നത്, എന്തുവാ ഈ ആഴ്ച ഞാൻ പോത്തില്ല. ചുമ്മാ എന്തിനാ എപ്പോഴും പോയിരിക്കുന്നത്? അല്ലെങ്കിൽ ഇത്രയും പേരല്ല എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആ പ്രതികൂലം വരുമ്പോഴാണ് പ്രാർത്ഥന കൂട്ടേണ്ടത്, സ്തോത്രം പറയേണ്ടത്, സ്തുതിക്കേണ്ടത്. നന്മ വരുമ്പോൾ അല്ല, ഏറ്റവും കൂടുതൽ പ്രതികൂലം വരുമ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തോട് സ്തുതിക്കേണ്ടത്. ദൈവം ഇത് തന്നതിന് നന്ദി പറയുക. ദൈവം അറിയാതെ എന്റെ ജീവിതത്തിനകത്ത് ഇത് വരത്തില്ല. ദൈവത്തിന് നന്ദി പറയുക. ദൈവമേ ഇതിനെ എനിക്ക് തരണം ചെയ്യാനുള്ള ശക്തിയോട് ദൈവം തരണം.
ദൈവം തരണം. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരു ദൈവമക്കളുടെ ഉള്ളത്തിനകത്ത് ഭയം കൊണ്ടുവരുന്നത്. പിശാചിന്റെ തന്ത്രം, അവനെ അവസാനത്തെ തന്ത്രമാണ് അവൻ കൊണ്ടിരുന്നത്. എന്തുവാ? ഭയം. ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഭയം. അവനറിയാം ധൈര്യത്തോട് നിന്നാൽ അവൻ പുറത്തു വരുമെന്നറിയാം. അപ്പോഴേ അവന്റെ ഉള്ളത്തിനകത്ത് എന്ത് ചെയ്യും? അവൻ പല കാര്യങ്ങളും ചെയ്തു നോക്കും, അതിലൊന്നും വീടില്ല. പിന്നെ അവസാനത്തെ അവന്റെ പദ്ധതിയാണ്, അവന്റെ ആയുധമാണ് ഭയം. എന്തൊക്കെയോ നമ്മൾ ഭയപ്പെടുന്നു. അന്ന് ഒന്നുമില്ല ഫ്രണ്ടിൽ, എങ്കിലും നമ്മൾ ഭയപ്പെടും. ആരുടെ തന്ത്രമാണ്? പിശാചിന്റെ തന്ത്രമാണ്. ഇന്ന് പകൽ തിരിച്ചറിയണം. നമ്മൾ പരീക്ഷയ്ക്കെല്ലാം പഠിച്ച കുഞ്ഞുങ്ങളാ, പക്ഷെ പരീക്ഷയ്ക്ക് പോകുമ്പോ എന്തുവാ? പരീക്ഷയ്ക്ക് പോകുമ്പോ എന്തുവാ? ഭയമാണ്. പരീക്ഷയുടെ തലേന്ന് ചോദിച്ചാലും രാവിലെ ചോദിച്ചാലും ഒരു സ്ട്രോങ്ങാ, പരീക്ഷയ്ക്ക് കയറുമ്പോഴേ ഭയമാണ്. അത് ആരുടെ തന്ത്രമാണ്? ഭയം ഉണ്ടെങ്കിൽ അവിടെ എഴുതത്തില്ല, ഭയമില്ലെങ്കിൽ അവർ എഴുതും. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ എഴുതും. കോൺഫിഡൻസ് നശിപ്പിച്ച് കളയും. ആര്? പിശാച്. ഓർത്തോണം, നമ്മളെ പല കാര്യത്തിനകത്തും കോൺഫിഡൻസ് നശിപ്പിച്ച് കളയുന്ന ഒരു സാധനമാണ്. വരുന്നിടത്ത് വെച്ച് കാണ്ട് കർത്താവ് എന്റെ കൂടെ ഉണ്ട്, കർത്താവ് എന്നെ വഴി നടത്തും. ഞാൻ അങ്ങനെ ജീവിക്കുന്നത്, ഞാൻ അങ്ങനെ പോകുന്നത്. പക്ഷെ എങ്കിലും പലപ്പോഴും ഭയം കൊണ്ടുവരും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, യോശുവയോട് പറയുക, നീ ധൈര്യവും ഉറപ്പുള്ളവനായി തീരും, എങ്കിൽ ഞാൻ പറയുന്ന വാഗ്ദത്തമെല്ലാം നിനക്ക് പ്രാപിക്കാൻ പറ്റും. നമുക്ക് പല വാഗ്ദത്തവും നന്മയും പ്രാപിക്കാൻ പറ്റാതെ എന്തുകൊണ്ടാണ്? ധൈര്യവും ഉറപ്പും ആർക്കില്ല? നമുക്കില്ല. അപ്പൊ ഓർത്തോണം, സ്വന്തം ദൈവമക്കൾക്ക് പ്രതികൂലം വരും, പ്രയാസം വരും. പക്ഷെ ആ പ്രയാസവും പ്രതികൂലത്തിലേക്ക് എന്ത് ചെയ്യത്തില്ല? ദൈവം എന്നെ തള്ളിയിട്ട് എന്റെ ഭാവി നശിപ്പിച്ച് കളയത്തില്ല. ആരെങ്കിലും പറയുക, നിങ്ങൾ ദൈവമക്കളെ പ്രാർത്ഥിക്കുന്നവരാ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ പറയണം, ആ പ്രതികൂലത്തിലും ഈ പ്രതിസന്ധിയിലേക്കും ഒരിക്കലും ഞങ്ങളുടെ ദൈവം തള്ളിയിടത്തില്ല. ഞങ്ങൾ ഇതിലേക്ക് റിക്കവർ ചെയ്ത് ജയിക്കും. പക്ഷെ ഈ പ്രതികൂലം പ്രതിസന്ധി ലോകപരമായി ജീവിക്കുന്ന ഒരുത്തര് വന്നു കഴിഞ്ഞാൽ അവന്റെ അവസാനത്തെ പ്രശ്നമാണ് മരണം, അല്ലെങ്കിൽ അവന് വേറെ ആപത്താ വരുന്നത്. പക്ഷെ എന്റെ കുടുംബത്തിനകത്ത് വന്നാൽ ഒരിക്കലും മരണം വരത്തില്ല. കാര്യം എന്തോ? ദൈവം അറിയാതെ എന്റെ കുടുംബത്തിനകത്തൊന്നും വരില്ല, ഞാൻ പുറത്തു വരും. ഇത് നമ്മൾ ആ വിശ്വാസത്തിലുള്ള ജീവിക്കണം, ഉറപ്പോടെ ജീവിക്കണം. നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞ് രോഗം വരാതിരിക്കത്തില്ല, ക്രിസ്തുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞ് കടഭാരം വരാതിരിക്കത്തില്ല, ക്രിസ്തുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞ് ആമികാലയിൽ സ്തോത്രം കുടുംബത്തിനകത്ത് കലകമില്ലാതെ വരത്തില്ല. എല്ലാം വരും. പക്ഷെ നമ്മൾ ഇതിനകത്തൊന്നും എന്ത് ചെയ്യത്തില്ല, വീണ് പോകത്തില്ല, തകർന്നു പോകത്തില്ല. നമ്മൾ പുറത്തു വരും. കാര്യം നമ്മുടെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. നമ്മളൊന്ന് പതറും, പക്ഷെ ആ പതർച്ച മാറ്റി ഇരട്ടി ധൈര്യത്തോട് ആരും പുറത്തു കൊണ്ടുവരും? കർത്താവ് കൊണ്ടുവരും. കാര്യം എന്തുവാ? ഞാൻ ക്രിസ്തുവിന് ഇമ്പോർട്ടൻ്റ് ആണ്. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പകല് ഞാൻ വിളിച്ചു പറയുക, ഇന്ന് മുതൽ നിങ്ങൾ ശക്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 2022 പ്രസംഗിച്ചെങ്കിലും ഇന്ന് ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുക. ഇന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ വർഷം ഓർമ്മ വെച്ചതിനെ ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ പറയുക, ദൈവമക്കളെ, ഇന്ന് ഇവിടുന്ന് ആരാധന കഴിഞ്ഞ് നിങ്ങളെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ സ്റ്റെപ്പിൽ കാല് വെക്കുമ്പോൾ, ഇന്ന് മുതൽ ഞാൻ അനുഗ്രഹപ്പെട്ടവനാണ്. ഈ ഭവനം എന്നാൽ അനുഗ്രഹപ്പെട്ടവനാണ്. ഈ ഭവനത്തെയും എന്നെയും എന്റെ കുടുംബത്തെയും ക്രിസ്തു അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കാലുകുത്തി അകത്തോട്ട് കയറുക. ഈ ആഴ്ചയിലെ ഓരോ ദിവസവും ഞങ്ങൾ അനുഗ്രഹപ്പെട്ടതാ എന്ന് പൂർണ്ണ ബോധ്യത്തോട് കയറുന്നുണ്ടെങ്കിൽ യേശുവിന്റെ പറയുക, നീ താമസിക്കുന്ന ഭവനത്തിന്റെ കോമ്പൗണ്ടിനകത്ത്, ആ വീടിനകത്ത് പുറത്ത് നിനക്കെതിരെ വാദിക്കുന്ന ദുഷ്ടാത്മ ശക്തികളുടെ സേനകളെ, അവരുടെ പ്ലാനുകളെ, പദ്ധതികളെല്ലാം ഈ യേശുവിന്റെ നാമത്തിൽ ദൈവം അത് വേരോട് എടുത്ത് മാറ്റുക. ആ ഭയത്തെ മാറ്റുക, ഭീതിയെ മാറ്റുക. നിന്റെ കുടുംബത്തിനകത്ത് നീ സമാധാനം പ്രാപിക്കുക, കുടുംബത്തിനകത്ത് നീ അനുഗ്രഹം പ്രാപിക്കുക, കുടുംബത്തിനകത്ത് നീ വിടുതൽ പ്രാപിക്കുക. നിന്റെ ഭവനത്തിനകത്ത് നിന്റെ ഭാര്യ ഒന്നിനു വേണ്ടിയായി തീരും. നിന്റെ ഭവനത്തിനകത്ത് നിന്റെ മക്കൾ ഒലിവ് തൈയെ പോലാവും. ആ ദൈവ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത് പോലെ എല്ലാ സമാധാനം സന്തോഷവും നിന്റെ കുടുംബത്തിനകത്ത് പകരും. യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് കയറിക്കോ. ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ കുടുംബത്തിനകത്ത് നിവർത്തിയാവും. ആ ദൂത് ദൈവം നിനക്കായി തരും. ദൈവത്തിനെ അത്ഭുതത്തോടെ പുറത്തു കൊണ്ടുവരും. ഇന്ന് ഭവനത്തിനകത്ത് കയറുമ്പോ പാർട്ടിക്കോളും സ്വന്തം ഈ ആഴ്ച മൊത്തം ഞാൻ അനുഗ്രഹപ്പെടും. ഈ ആഴ്ചയിലെ എല്ലാ ദിവസവും ഞാൻ അനുഗ്രഹപ്പെടും. പിശാച് ഭയവും ഭീതിയും എല്ലാം കൊണ്ടുവരും. ഞാൻ അതിനകത്തൊന്നും വീഴത്തില്ല, ഉറപ്പാണ്. ഇന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ച് കയറും. ഇനി എല്ലാ ഞായറാഴ്ച പ്രാർത്ഥിച്ച് കയറിക്കോണം. ഭവനത്തിനകത്തും ആരാധന കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴെന്തെയ്യണം? പ്രാർത്ഥിച്ച് കയറിക്കണം. ആ ഭവനത്തിനകത്ത് അന്തരീക്ഷമേ ആര് മാറ്റും? ദൈവത്തിന്റെ ആത്മാവ് മാറ്റും. ദൈവം എന്ത് ചെയ്യും? പല ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹം ചെയ്യും. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും.
ഞാൻ സ്തോത്രം മുൽച്ചേന്റെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം എന്നെ ഇറക്കി വിട്ട ഒരാളാണ്. ഭവനത്തിനകത്ത് കയറല്ലേ, ഈ ഭവനത്തിനകത്ത് കയറണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ട ഒരാളാണ്. ഇന്നലെ ഞാൻ ചെന്നപ്പോ എന്നോട് പറയുക, ഞാൻ വീട്ടിലോട്ട് വിളിക്കാൻ വേണ്ടി വെച്ചേ, വീട്ടിൽ വെച്ച് എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, വീട്ടിലൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്. ഞാൻ ഇരുന്ന് ഞെട്ടിപ്പോയി. സ്തോത്രം ഹാലറിയ. തങ്കമണിച്ച് മകളാമണിയായി ചേർന്ന് എന്നെ വീട്ടിൽ വിളിച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ടിരുന്നെന്ന് പറഞ്ഞ് സൗണ്ട് ഒന്നും വെക്കല്ലോ, സൗണ്ട് കുറയ്ക്കണം. സ്തോത്രം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇവർ രണ്ടുപേരും എന്നെ വിളിച്ച് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയാ സൗണ്ട് വെക്കണം അപ്പുറത്തുള്ളവരെന്നൊക്കെ. തങ്കമണിച്ച് പറഞ്ഞ അപ്പുറത്തുള്ളവർ കേട്ടാ ഇവിടെ എന്തുവാ ആരാധനവര്, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, ഞങ്ങൾ ഇവിടുന്ന് സൗണ്ട് വെക്കും. സ്തോത്രം അന്ന് ഞാൻ പേടിച്ച് ആരാധിക്കുന്നു. ചിലപ്പോൾ സൗണ്ട് വെച്ചാൽ സ്തോത്രം ഇവിടെ ഞാൻ സൗണ്ട് വെക്കും. അതേപോലെ ഒരു വീട്ടിൽ ചെന്നിട്ട് വെക്കാൻ പറ്റും, സൗണ്ട് വെക്കണോ വേണ്ടായോ ഞാൻ ആകെ പേടിച്ചു. ഇന്നലെ എന്നോട് ഒരു കുഴപ്പമില്ല, പ്രാർത്ഥനയ്ക്ക് സൗണ്ട് ഉണ്ടാകും, ഹോസ്പിറ്റലിലായാലും എന്തുവാ എവിടെ ആയാലും ഒരു പ്രശ്നമില്ല. ആ രീതിയിലേക്ക് ആര് മാറ്റി? ഞാൻ ഓർക്കും, ദൈവം ഒരാളെ സ്നേഹിക്കുന്ന സ്നേഹം, ഒരാളെ തീരുമാനങ്ങൾ, ഒരാളെ പ്ലാനുകൾ. സ്തോത്രം എനിക്ക് ഓർമ്മയുണ്ട്. സ്തോത്രം രഹസ്യമാ എങ്കിൽ ഞാൻ പറയാം. രഹസ്യമാണ് ഞാൻ പറയാം. ഓരോ ദൈവമക്കളെ കർത്താവ് സ്നേഹിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നത്, കുറ്റം പറയുമല്ല. പതിനേഴ് ഒരു ദിവസം അടുത്ത് മുള്ളിച്ചേട്ട ഒരു ദിവസം എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് എനിക്കൊന്ന് ചിന്നുവിന്റെ കുഞ്ഞിന്റെ സ്തോത്രം മോനുണ്ടായിട്ട് മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടാന്ന് ചോദിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു, സ്തോത്രം വല്ലപ്പോഴും അല്ല ഞാൻ സ്മാൾ കഴിക്കും, ഫസ്റ്റ് കഴിക്കും, കഴിച്ചു തരാം. ഞാൻ ഓർത്ത് ദൈവം ഇതാരോടെ വന്ന് പറയുന്നത്, പുള്ളിക്ക് ഇത് മനസ്സിലാവാത്തോണ്ടാ വാസുമാരെന്തുവാന്ന് പുള്ളിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് സ്തോത്രം. ഞാൻ വല്ലപ്പോഴും അല്ല ഒരു ശരീരത്തിന്റെ ഒരു സുഖത്തിന് ഇടയ്ക്ക് ക്ഷീണം വരുമ്പല്ല ഫസ്റ്റ് വേണോ, ഞാൻ അവിടുന്ന് ഇവിടെ ദഹിച്ചു പോയി. ഒരു 10 മിനിറ്റ് ദഹിച്ചു. ആ ഒരു മനുഷ്യൻ, ആ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലിൽ ഇന്നലെ സംസാരിച്ചപ്പോൾ സ്തോത്രം സുന്ദര സിസ്റ്റെന്ന് വിളിച്ചവൻ പറയാം, സിസ്റ്ററല്ല അമ്മാമയെന്ന് വിളിക്കും. അത്രയ്ക്ക് കാഴ്ചപ്പാട് വന്നു പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തെ എന്ത് ചെയ്തു, ഞാൻ ഇരുന്ന് സ്തുതിച്ചു പോയി. ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ഒരാളെ എങ്ങനെല്ലാം കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ, മാറ്റാം. അന്ന് പുള്ളിക്കാരൻ അത് ചോദിച്ചതിനകത്ത് എനിക്ക് വിഷമമില്ല. പുള്ളിക്കാരൻ അറിയത്തില്ല പാസ്റ്റാരാണോ ദൈവമക്കൾ എന്തുവാണെന്നോ എന്തുവല്ല. പുള്ളിക്കാരൻ കേൾക്കുന്നുണ്ട്, പല മീഡിയക്കകത്ത് പല ടീമുകളെ കുറിച്ച് പുള്ളി കേൾക്കുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ ചിന്ത ഇതെല്ലാം ആയിരിക്കും, ഇവരെല്ലാം ചെയ്യുന്ന ഇവരെല്ലാം ഇങ്ങനെ ആയിരിക്കും എന്നവർത്തെ. പക്ഷെ അത് മാറി ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ആ കുടുംബത്തിനകത്ത് സ്തോത്രം ദൈവത്തെ അറിഞ്ഞ ദൈവമക്കൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കൈയോർത്തുള്ള പ്രാർത്ഥനയിൽ കുടുംബത്തിനകത്തുള്ള ഒരു ദൈവത്തെ അറിയാൻ സ്തോത്രം. ഞാൻ അതുകൊണ്ടാണ് ഈ വാക്ക് പറയുന്നത്. ഞാൻ ഇതൊന്നും ആരോട് പറയാത്ത കാര്യം, രഹസ്യമായിട്ടുള്ള കാര്യമാണ്. സ്തോത്രം രഹസ്യമായിട്ടുള്ള കാര്യം. ഇത് ഞാൻ ഇവിടെ പറയുന്നതല്ല, ഇങ്ങനെയുള്ള ഒരു ദൈവ പൈതലിലെ വരെയും ദൈവ അത് കർത്താവ് പറയുന്നത്, പുലി പോലിരിക്കുന്നവരെ കുഞ്ഞാടാക്കി കളയും. കുഞ്ഞാടാക്കി കളയും. ഇവിടെ വരാന്ന് പറഞ്ഞാൽ ഇവിടെ വരും. നേരത്തെ ഇവിടെ വരാന്ന് പറഞ്ഞാൽ പോടാന്ന് പറഞ്ഞ് പോകുന്നതായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സരി വന്ന് ഇവിടെ വരാൻ കർത്താവ് കൈ കാണിക്കുന്ന അതിന് മുമ്പ് കയറി വന്നിരിക്കും. സ്തോത്രം. ആ മുള്ളിച്ചേർത്തെ കൊണ്ട് ദൈവം പറയിപ്പിച്ച എന്തോ പറയിപ്പിച്ച സ്തോത്രം അവിടെ ഒരു പ്രാർത്ഥന വെക്കാൻ വേണ്ടി ഇല്ലയോ? സ്തോത്രം എത്തിപ്പോയി. അത് മകളാമണിയാന്റിയുടെ കണ്ണുനീര്, മക്കളുടെ കണ്ണുനീര്, തങ്കമനുഷ്യന്റെ കണ്ണുനീര്, അവരെ ഡെയിലി ഒഴിക്കുന്ന കണ്ണുനീര് പ്രാർത്ഥനയുടെ മറുപടിയാണ്. ആ മറുപടി സ്തോത്രം സഭയുടെ പ്രാർത്ഥന മാത്രമല്ല, എന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥന മാത്രമല്ല, അവരവിടെ ഒഴുക്കുന്ന കണ്ണുനീര്, അവർ കേൾക്കുന്ന ദൈവവചനത്തിനനുസരിച്ച് ഒഴുക്കുന്ന കണ്ണുനീരിനാണ് ദൈവം മറുപടി കൊടുത്ത് ആ വാക്ക് ദൈവം കേൾപ്പിച്ചു. ഒരു ദൈവാസൻ എന്തുവാന്ന് സ്തോത്രം, ഒരു ദൈവാസൻ എന്തായിരിക്കും എന്നെല്ലാം സ്തോത്രം മനസ്സിലാക്കി കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചു പോയി. ഇന്നലെയാണ് ഞാൻ സത്യം പറയാൻ ഉള്ളുകൊണ്ട ദൈവത്തെ ഒന്ന് സ്തുതിച്ചത്, ആരാധിച്ചത്. എന്തുകൊണ്ടാ ദൈവം അപ്പോഴും മുതൽ എനിക്ക് വേദനയാണ്, പുള്ളിയെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവന്നേ പറ്റും. കർത്താവ് അത്ഭുതം ചെയ്തേ പറ്റും, എന്ത് വന്നാലും അത്ഭുതം ചെയ്തേ പറ്റും. കർത്താവ് അത്ഭുതം അത്രയ്ക്ക് എരിവോടായിരുന്നു. ഇന്ന് പകൽ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മാനസിക വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ പുള്ളിക്കാരൻ വന്നിരുന്നില്ലല്ലോ, അവിടെ അറ്റത്ത് വന്നിരിക്കുന്നതാ, പാന്റെ കീഴിൽ വന്നിരിക്കുന്നത് കണ്ടില്ലല്ലോ എന്നുള്ള എനിക്ക് ഭയങ്കര വിഷമായിരുന്നു മുള്ളിച്ചേർന്ന്. പക്ഷെ ദൈവം അത് കൊണ്ടുവരും. അതേപോലെ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അശോകൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ പേര് പറഞ്ഞ് എന്നെ പ്രാർത്ഥിപ്പിക്കുന്ന ആദ്യമാണ്.
ഞാൻ ഇന്ന് പേരാദ്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഇത്രയും നാളും മനോജിന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക, ചേട്ടനെ ദൈവം കൊണ്ടുവരാൻ വേണ്ടി. പക്ഷെ അശോക് ചേട്ടൻ എന്നെല്ലാം പറഞ്ഞ് പേര് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ച് ഇതേപോലെ മുരളിച്ചേട്ടന്റെ പേര് പറഞ്ഞതും ഒരു ദിവസം ആര് വന്നത്? മുരളിച്ചേട്ടൻ ഇല്ലയോ? 3 ചേട്ടാനിയന്മാരെ ഇവിടെ വന്നിരിക്കട്ടെ. അത് തന്നെ ഒരു അനുഗ്രഹമല്ലേ സഭയ്ക്ക്, ഇല്ലയോ? ഒരു അനുഗ്രഹമല്ലേ ദൈവത്തെ അറിയുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്. കണ്ടില്ലയോ? ഇങ്ങനത്തെ ആളിനെ എല്ലാം കുഞ്ഞാടാക്കി. ഇപ്പോഴാ പാസ്റ്ററിന്റെ വില മനസ്സിലായി, ആരാധന മനസ്സിലായി, പ്രാർത്ഥന മനസ്സിലായി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന അതൊരു അനുഗ്രഹമാവട്ടെ, അനുഗ്രഹമാവട്ടെ. സ്തോത്രം, അനുഗ്രഹമാവട്ടെ. സ്തോത്രം. ലാസർ കർത്താവ് സ്നേഹിച്ചു. ലാസർ എന്ന് പറഞ്ഞു. മാർത്ത, എനിക്ക് തോന്നുന്നു മാർത്ത അപ്പോൾ ചിന്തിച്ചെന്തോ, കല്ലറയിൽ തുറന്നിട്ട് യേശു ആരെ കാണാനാ? ലാസറിന്റെ ബോഡി ഒന്ന് കണ്ടിട്ട് പാനായിരിക്കും. എന്നിട്ട് മരിച്ചു നാശം വെച്ചില്ലേ? 4-ാം ദിവസമായി. ഇന്ന് പ്രിയ മക്കളെ, നമ്മൾ ചിന്തിക്കുന്ന മാർത്ത ആരാണ്? ദൈവത്തിന്റെ പൈതലാ, ദൈവത്തിന്റെ പൈതലാ. നമ്മളെ പോലെ ദൈവത്തെ അറിയുന്നവളാ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവളാ. മാർത്ത മറിയയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതാ. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. സമ്പത്തുള്ളവരൊന്നുമല്ല, സാധാരണ കുടുംബത്തിലെയാ അവർ ഇറങ്ങി തിരിച്ചത്. ആർക്ക് വേണ്ടി? ആ സമയത്ത് ഒരുപാട് എതിർപ്പിന്റെ മധ്യയിൽ യേശുക്രിസ്തുവിനെ വീട്ടിൽ ഭവനത്തിൽ വിളിച്ച് പ്രാർത്ഥന നടത്തിയവരാ, പ്രാർത്ഥിക്കവരാ, അവർ ദൈവത്തിന് വേണ്ടി മാറിയവരാ. അങ്ങനെയാണ് ലാസർ ആരെ സ്നേഹിതനാവുന്നേ? യേശുവിന്റെ സ്നേഹിതനാവുന്നത്. മാർത്ത കല്ലറയുടെ വെണ്ടി വന്നിട്ട് തുറക്കുമ്പോഴും മാർത്ത ഓർക്കുന്നത് എന്തുവാ? യേശുവിനെ വന്ന് കാണുന്നു. ഇന്ന് പ്രിയ മക്കളെ, ഒരു കാര്യം ഓർത്തോ ദൈവമക്കളെ, നമ്മളെ ചിന്തയല്ല കർത്താവ് ചെയ്യാൻ പോകുന്നത്. കർത്താവിന്റെ ചിന്ത നമ്മളെ ചിന്തയല്ല. നമ്മളെ ചിന്തയ്ക്കനുസരിച്ച് കർത്താവിന്റെ ചിന്ത കൊണ്ടുവരല്ലേ. മാർത്ത ഓർത്ത് ജസ്റ്റ് വന്ന് ബോഡി കാണാനായിരിക്കും, അല്ലെങ്കിൽ ദൂരെ നോക്കാനായിരിക്കും കല്ലറ തുറക്കാൻ പറഞ്ഞേ. പക്ഷേ അതിനപ്പുറത്തെ ചിന്തയിലേക്ക് കർത്താവ് പറഞ്ഞേ, ലാസറേ നീങ്ങി പുറത്തു വാ. ഈ ഒറ്റ വാക്കുകൾ നമ്മുടെ കുടുംബത്തിന്റെ വിഷയമാണ്, നമ്മുടെ ഭവനത്തിന്റെ എല്ലാം വിഷയമാണ്. തലമുറയുടെ വിഷയം, കുടുംബത്തിന്റെ വിഷയം, നമ്മൾ അനുഭവിക്കുന്ന രോഗം, പ്രയാസം എല്ലാം മാറ്റാൻ ഈ ഒറ്റ വാക്ക് മതി. എന്തുവാ? ലാസറേ നീങ്ങി പുറത്തു വാ. അവിടെ നിന്നവരെല്ലാം ഞെട്ടിപ്പോയി. യേശുപതൻ വന്ന് കാണും, യേശുപതന്റെ സ്നേഹിതനാ, യേശുപതൻ കരയുന്നു, അവന് വേണ്ടി കരയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് സ്തോത്രം, ഫിലിപ്പോസ് കർത്താവിന്റെ ശിഷ്യന്മാര് അന്ന് പറഞ്ഞത് എന്തുവെന്നറിയോ? നമുക്ക് പോവാം, മരിക്കേണ്ട വന്നാൽ നമുക്ക് പോവാന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതാ. ഇവരുടെ പെണ്ടി വെച്ച് കർത്താവ് പറയുക, ലാസറെ പുറത്തു വാ. സ്തോത്രം. ലാസറിനെ അടക്കം ചെയ്ത് 4 ദിവസം കഴിഞ്ഞപ്പോ ആര് പുറത്തു വരുക? ലാസർ അതേപോലെ പുറത്തു വരിക. ആരോഗ്യത്തോടെ നടന്ന്, അവന്റെ റൂമാൽ മാറ്റിയിട്ടില്ല, അവന്റെ ശരീരത്തെ ചുറ്റിയിരിക്കുന്ന തുണി മാറ്റിയിട്ടില്ല, അവൻ അതേ സ്റ്റെപ്പിൽ ഇറങ്ങി വരിക. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി നമ്മളെ കുറിച്ച്. നമ്മൾ ചിന്തിക്കുന്ന ദൈവം ഇപ്പൊ ഇവിടെ ആയിരിക്കും വഴി, ഇവിടെ ഒന്നും അല്ല ദൈവം വഴി തുറക്കുന്നത്. ദൈവം വഴി തുറക്കുന്നതിന്റെ അതിന്റെ തുടക്കം മുതലായിരിക്കും വഴി തുറക്കുന്നത്. ഇടയ്ക്ക് വെച്ചുകൊണ്ട് വഴി തുറക്കുന്നവനല്ല കർത്താവ്. തുടക്കം പറഞ്ഞത് മുതൽ ആര് വഴി തുറക്കും? കർത്താവ് വഴി തുറക്കും. കർത്താവിനെ കഴിയാത്ത ഒരു കാര്യവും ഇല്ല എന്ന് പ്രിയ ദൈവമക്കളെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ, ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആർക്കും ഒന്നും ചെയ്യാൻ. നമ്മൾ അങ്ങ് ഇടയ്ക്ക് വലിയ പതറി പോകുന്നതുകൊണ്ടാണ്, ചഞ്ചലപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് പലർക്കും നന്മകളും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും ആർക്ക് പ്രാപിക്കാൻ പറ്റാത്തത്? നമുക്ക് പ്രാപിക്കാൻ പറ്റും. ഇപ്പൊ ലാസറെ പുറത്തുപോകാൻ കൽപ്പിച്ചു. ലാസർ ആരോഗ്യത്തോടെ പുറത്തു. ഇന്ന് പ്രിയ ദൈവമക്കളെ ഒരു കാര്യം ഓർക്കണം, നമുക്ക് എല്ലാ ദൈവമക്കൾക്കും പ്രതികൂലമുണ്ട്. നമ്മൾ ലോകത്തിൽ വസിക്കുക, ഈ ശരീരം, ലോകത്തിലെ ആഹാരം, ഇതെല്ലാം നമുക്ക് രോഗങ്ങൾ കൊണ്ടുവരാം, പ്രയാസങ്ങൾ കൊണ്ടുവരാം. പക്ഷെ നമ്മളെ എന്നും ഒരു നിത്യരോഗിയാക്കുവാൻ ആരാഗ്രഹിക്കുന്നില്ല? കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഏത് വിഷയത്തിനകത്തും വിടുതൽ തരുവാൻ, ഏത് പ്രശ്നത്തിനകത്തും വിടുതൽ തരുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. നമ്മൾ എടുത്ത വചനഭാഗത്തിലേക്ക് നമുക്ക് വരാം. യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ നമുക്കൊന്ന് വരാം. സ്തോത്രം. സ്തോത്രം. ആ കടലിൽ കപ്പലിനകത്തിരുന്നവർ, തർശീശിലേക്ക് പോകുന്ന കപ്പലിനകത്തിരുന്നവർ അതിന് മുമ്പുള്ള ഒരു വാക്കിടൊന്ന് വായിക്കാം. അല്ല, അതിനു മുമ്പുള്ള 5 മുതൽ. കണ്ടോ? കപ്പലിനകത്തിരുന്നത് പലരും പല ജാതിയായിരുന്നു. അതിനകത്ത് പറയുന്നു, താൻ അവരുടെ പല പേരും, പല രീതിയിലുള്ള പ്രാർത്ഥന, പല ദേവനെയായി വിളിക്കുന്ന
ചെയ്യുന്നത്? പല ആമികാലിലെ സ്തോത്രം വിഗ്രഹാരാധനയാണ് അവർ ചെയ്യുന്നത്. അവരവിടെ നിന്നുകൊണ്ടിരിക്കുക. അവരവരുടെ ദേവനെ വിളിച്ചു, അവർ വിളിക്കുന്ന ദൈവത്തെ വിളിച്ചു. എന്തിനാ? കപ്പൽ തകരാൻ പോവുക, കാറ്റ് പ്രതികൂലമായിട്ട് നിൽക്കുക, പ്രതിസന്ധിയായിട്ട് നിൽക്കുക, കപ്പലിനെ അടിച്ചു കളയാൻ പോവുക. അവര് പോകുന്ന യാത്ര ശുഭമാവത്തില്ല, അങ്ങറ്റം എത്തിച്ചേരത്തില്ല. ആ പ്രതികൂലം അവരുടെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവരവരുടെ ദൈവന്മാരെ വിളിച്ചു നോക്കി. അത് വലിയൊരു പോയിന്റ് ഓർത്തോണം. അവരവരുടെ ദൈവന്മാരെ വിളിച്ചിട്ടും മറുപടിയില്ല. അവരവരുടെ ദൈവന്മാരെ വിളിച്ചിട്ടും മറുപടിയില്ല. അവർക്ക് അപ്പോഴവര് അടുത്ത തീരുമാനം എടുത്തു. ഇത് ആര് നിമിത്തമാണ് ഉണ്ടായത്? ഇത് ആര് നിമിത്തമായി പ്രശ്നം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായത്? ഞങ്ങൾ ദൈവത്തെ വിളിച്ചിട്ടൊന്നും വരുന്നില്ല. ഞങ്ങൾ വിളിക്കുന്ന ദേവന്മാർക്കൊന്നും എന്തില്ല, ശക്തിയില്ല. ഈ പ്രതികൂലത്തെ മാറ്റാൻ കഴിയത്തില്ല, പ്രതിസന്ധിയെ മാറ്റാൻ കഴിയത്തില്ല, വെല്ലുവിളികളെ മാറ്റാൻ കഴിയത്തില്ല, കഷ്ടങ്ങളെ മാറ്റാൻ കഴിയത്തില്ല. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് മടുത്തിട്ട് അവരുടെ അവസാന തീരുമാനം എടുത്ത് എന്തുവാ? ഇതിനകത്ത് വേറെ ആരോ പാപം ചെയ്തിട്ടുണ്ട്. സ്തോത്രം, നമുക്കൊന്ന് ചീട്ടിട്ട് നോക്കാം. ഇത് ആര് വഴിയാ ഈ അനർത്ഥം നമ്മളെ കപ്പലിനെ വന്നത്? സ്തോത്രം, ചീട്ടിട്ട് വായിക്കും. ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. അനന്തരം അവർ വരുവി, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ പറഞ്ഞു. പറയുക. അവരുടെ ഉള്ളത്തിനകത്ത് ഒരു ചിന്തയുണ്ട്. നിലവിളിച്ചാൽ ദൈവം പ്രാർത്ഥന ചിലപ്പോ ഏറ്റു പറഞ്ഞ പ്രാർത്ഥന, അത് അവരവരുടെ പാപത്തെ ഏറ്റു പറഞ്ഞ് അവരവരുടെ ദൈവത്തെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. എന്നിട്ടും എന്തില്ല, അനക്കമൊന്നുമില്ല. ഉടനെ അവര് പറഞ്ഞു, നമുക്ക് ചീട്ടിട്ട് നോക്കാം, ഇത് ആറ് തലയിലാന്ന് നോക്കാം. സ്തോത്രം. അടുത്തത് സ്തോത്രം. ഒരു മിനിറ്റ്. ചീട്ടിട്ട് വീണത് ആറുമേല. ഇവരെ അവിടെ ഇരിക്കുന്ന സാരം എടുത്തെറിയുന്നു, അതിനകത്തിരിക്കുന്ന കാര്യാക്കുന്നു. അവർ നാശനഷ്ടങ്ങളും പ്രയാസവും സങ്കടവും എല്ലാം അവരുണ്ടാക്കിയ സമ്പത്തെല്ലാം നശിപ്പിച്ചു. എന്നിട്ടും അവരവരുടെ ദൈവങ്ങളെ വിളിച്ചു നോക്കി, ഒരു മറുപടിയില്ല. അപ്പോഴും ഒരുത്തൻ എന്തുവാ? സുഖമായിട്ട് കിടന്നുറങ്ങും. ദൈവമക്കളെ ദൈവം തെരഞ്ഞെടുത്തതിന്റെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും നമ്മൾ എന്ത് ചെയ്യും? ഹാപ്പിയാണ്. അന്ന് നമുക്ക് വിടുതലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തുവാ? ഹാപ്പിയാ. കാര്യം എന്തുവാ? നമ്മൾ ദൈവം തെരഞ്ഞെടുത്തതാ, ദൈവം വിളിച്ചതാ. കഷ്ടത്തിന്റെ മധ്യയിലും ആരുണ്ട്? ക്രിസ്തു കൊണ്ട് കൂടെ. കഷ്ടത്തിന്റെ മധ്യയിൽ ക്രിസ്തു നിന്നെ നിന്ന് മാറി നിൽക്കുവല്ല, കഷ്ടം നിന്നോടൊപ്പം അനുഭവിക്കാൻ ആരുണ്ട്? ക്രിസ്തു നിന്റെ കൂടെ ഉണ്ട്. നിന്നെ കഷ്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോഴും ആരുണ്ട്? ക്രിസ്തു ഉണ്ട്. സന്തോഷത്തിനകത്തുമുണ്ട്, കഷ്ടത്തിനകത്തുമുണ്ട്. അല്ലാതെ കഷ്ടത്തിനകത്ത് നീ പറയാറുണ്ട്, എന്റെ ദൈവം എന്നെ കൈവിട്ടതെന്തിനാ? ഒരിക്കൽ കൈവിട്ടിട്ടില്ല. ദൈവം പറഞ്ഞത് അനുസരിക്കാതെ പോയവൻ എന്ത് ചെയ്യുക? അവിടെ കിടന്നുറങ്ങുക. അതിനെ ബാധിച്ചത് എന്തുവാ? അവനെ കൂട്ടിയ പലർക്കും എന്ത് ചെയ്തു? അതിന്റെ പ്രതികൂലം ബാധിക്കേണ്ടത്, പ്രയാസങ്ങൾ ബാധിക്കേണ്ടത്. എന്നിട്ട് അവൻ എന്ത് ചെയ്യില്ല? ഒരനക്കമില്ല. ചീട്ടിട്ടിട്ട് അവന്റെ മേലിൽ ചീട്ട് വീണിട്ടും അവനെ ശപിക്കുന്നില്ല. ആ നീയാണ് ഇതിന് കാരണമെന്നും അവർ പറയുന്നില്ല. അവർ ചോദിച്ചെന്തുവാ? നിന്റെ പേരെന്തുവാ? നിന്റെ ജോലി എന്തുവാ? നിന്റെ ജാതി എന്തുവാ? നിന്റെ പ്ലാനും പദ്ധതി എന്തുവാ? നീ ആരാ? സ്തോത്രം. അടുത്തത് ഒറ്റ വാക്ക് പറയുന്ന ആ വാക്കാ വലുത്. ഞാനൊരു എബ്രായനാണ്, കടലും കരയും നിർമ്മിച്ച ദൈവത്തെ സേവിക്കുന്നവനാണ് ഞാൻ. യഹോവയെ ദൈവത്തെ സേവിക്കുന്നവനാണ്. സ്തോത്രം. അവിടെ ഇത്രയും പേരെ ദേവന്മാര് മുങ്ങിപ്പോയി, ദേവന്മാരുടെ പ്ലാനുകൾ മുങ്ങിപ്പോയി. കാര്യം എന്തുവാ? അവൻ പറയുന്ന വാക്ക് ജീവനുള്ള വാക്കാ പറഞ്ഞത്. എന്തുവാ? കരയും കടലും നിർമ്മിച്ച സകലത്തിന്റെ മേലെ അധികാരമുള്ള യഹോവയെ ദൈവത്തെ സേവിക്കുന്നവനാ ഞാൻ, ദൈവത്തിന്റെ പുത്രനാ ഞാൻ. സ്തോത്രം. ഇതേപോലെ നമ്മൾ ആരെ ഉയർത്തണം? നമുക്ക് ശോധനയും പ്രതികൂലം വരുന്ന എല്ലാം ദൈവം ഇതിനു വേണ്ടിയാ. എന്തുവാ? ആ നിന്നെ കളിയാക്കുന്ന പരിഹസിക്കുന്ന ജാതികളെ മധ്യയിൽ ദൈവത്തെ ഉയർത്താനാ.
ഓർത്തോണം, ഒരു പ്രതികൂലം വന്ന്, പ്രയാസം വന്ന്, ശോധന വന്ന് അവൻ നമ്മളെ പുച്ഛിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവമക്കളായിട്ട് നിന്റെ ഭവനത്തിൽ ഇതെല്ലാം വന്നെന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോഴും പുച്ഛിക്കുമ്പോഴും തള്ളിക്കളയുമ്പോഴും നീ മടുത്തു പോകാനല്ല പ്രാർത്ഥിക്കണ്ടേ, മടുത്തു പോകാനല്ല. ഓർത്തോണം, ഇവന്റെ ഫ്രണ്ടിൽ അവൻ മറുപടി പറയുന്ന രീതിയിൽ ശത്രുക്കൾക്കാകെ മേശയൊരുക്കുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. ഈ നിന്ദിക്കുന്നവരുടെ ഫ്രണ്ട്, ഈ വെല്ലുവിളിക്കുന്നവരുടെ ഫ്രണ്ട്, ഈ പരിഹസിക്കുന്നവരുടെ ഫ്രണ്ട് എന്റെ കർത്താവിനെ ഉയർത്തി പുറത്തു കൊണ്ടുവരും. എന്നെ അവർക്ക് നിന്ദിക്കാനോ പരിഹസിക്കാനോ കഴിയാത്ത രീതിയിൽ അവന്റെ വാ അടച്ചു കളയുന്ന രീതിയിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് വിടുതൽ നൽകി പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ യേശുവിനെ ഇമ്പോർട്ടനാ. ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. സ്തോത്രം. ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. അതിനുവേണ്ടി ദൈവം ഇത് കൊണ്ടുവന്നേ, അവനെ കാണിക്കാൻ വേണ്ടിയാ. അവൻ നിന്ദിക്കണം, പരിഹസിക്കണം, അതേ വാ വെച്ച് അവൻ തിരിച്ചു പറയണം. ശത്രുക്കൾക്കാകെ മേശയൊരുക്കുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. എന്തോ യോന പറഞ്ഞത്, ഞാൻ സേവിക്കുന്ന അവൻ കടലിലെ കരയെ നിർബന്ധിച്ച് സകലത്തിന്റെ ഉടയവനായ ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. ദൈവത്തിന്റെ വൃദ്ധനാ ഞാൻ. അടുത്തത് കണ്ടോ, അത്യന്തം ഭയപ്പെട്ടു. അവർക്ക് മനസ്സിലായി ഇത് എന്തോ കരാറ് മാറിയിട്ടുണ്ട്, ദൈവമായിട്ട് മാറിയിട്ടുണ്ട്. അവരടുത്ത വാക്ക് പറയുക, എന്തുവാ, നീ എന്തിനാ ഇങ്ങനെല്ലാം ചെയ്തത്? സ്തോത്രം. നിങ്ങളോട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങളുടെ പാപത്തെ ഓർക്കാനാണോ വന്നത്? ഞങ്ങളുടെ പാപത്തെ ഓർമ്മപ്പെടുത്താനാണോ വന്നത്? സറാഫത്തിലെ വിധവയുടെ വീട്ടിലേക്ക് ഏലിയാവ് ചെല്ലുമ്പോൾ പറയുന്നില്ല, ഞങ്ങളുടെ പാപത്തെ ഓർമ്മപ്പെടുത്താനാണോ വരുന്നത്? കാര്യം എന്തുവാ? വിധവ അത്ഭുതം കണ്ടു, അടയാളം കണ്ടു, ആമേ സുഖമായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ സ്വന്തം മകൻ മരിച്ചു കിടക്കുന്നു. അവൾ ഓടി വന്ന് ദൈവപുരുഷന്റെ അടുത്ത് വന്ന് പറയുക, നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങളുടെ പാപത്തെ ഓർമ്മപ്പെടുത്താൻ വന്നതാണ്. അപ്പൊ ചില പ്രതികൂലമല്ല എന്തിനു വേണ്ടിയുള്ളത്? എന്തിനു വേണ്ടിയുള്ള ചില പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പാപത്തെ എല്ലാം ഒന്ന്, നമ്മളെ വഴിയെല്ലാം ഒന്ന് ക്ലിയർ ആക്കാനാണ്. നമ്മൾ ചിലപ്പോൾ റൂട്ട് വെട്ടിയെല്ലാം പോവാണെങ്കിൽ ആ റൂട്ടെല്ലാം ഒന്ന് വെട്ടി ക്ലിയർ ആക്കി ആരുടെ പുറകെ വരാനാ? കർത്താവിന്റെ പുറകെ വരാൻ. ചിലപ്പോൾ ചില ശോധനകൾ വെക്കുന്നത് ദൈവം നമ്മളെ പ്രാപ്തിയാക്കിയിട്ട് തരാനാ, പ്രാപ്തിയാക്കി തരാനാ. എന്നാൽ ദൈവമക്കൾ എവിടെ ചെന്നാലും തല ഉയർത്തി നിൽക്കാൻ ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ദൈവത്തിന്റെ ദൈവജനത്തിനൊരു കൾച്ചറുണ്ട്, ദൈവജനത്തിനൊരു ഒരു പ്ലാൻ പദ്ധതിയുണ്ട്, ഒരു അടുക്കും ചിട്ടയുണ്ട്. അവന്റെ സംസാരത്തിനകത്ത്, പ്രവർത്തിക്കാത്ത, അവന്റെ കൊടുക്കൽ വാങ്ങില്ലാത്ത എല്ലാത്തിലും അവൻ മറ്റുള്ള മനുഷ്യനെ പോലെ അവൻ വേറെ വിട്ട് ഒരു അടുക്കും ചിട്ടയുണ്ട്. ആ അടുക്കും ചിട്ട യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവന്നിട്ടായിരിക്കും ദൈവം എന്ത് ചെയ്യുന്നത്? അനുഗ്രഹം തരുന്നത്, അനുഗ്രഹം തരുന്നത്, അനുഗ്രഹം തരുന്നത്. അല്ല എങ്കിൽ ദൈവം എന്ത് ചെയ്യത്തില്ല, നമുക്ക് നന്മയെ അനുഗ്രഹം ചെയ്യത്തില്ല, തരത്തില്ല. സ്തോത്രം, തരത്തില്ല. അടുത്ത വാക്യം വായിക്കും. കണ്ടോ, അവൻ സത്യാവസ്ഥ പറഞ്ഞു. ഞാൻ ആരടുത്ത പക്ഷത്തുനിന്ന് ഓടി വന്നതാ? യഹോവയ ദൈവത്തിന്റെ അടുത്തുനിന്ന് ഓടി വന്നത്. ദൈവം പറഞ്ഞത് കേൾക്കാതെ, അനുസരിക്കാതെ ഞാൻ ഓടി വന്നതാ. ഓടി വന്നത് കൊണ്ടാ ദൈവത്തെ അറിഞ്ഞിട്ട്, ദൈവത്തെ വിട്ട് നീ എവിടെ പോയാലും ആര് തൊടും? ദൈവം വിടത്തില്ല. അത് ഏറ്റവും വലിയ തെളിവാ. നമ്മൾ ദൈവത്തെ വിട്ട്, ദൈവത്തെ അറിഞ്ഞിട്ട് എവിടെല്ലാം പോയെന്ന് പറഞ്ഞാൽ, എങ്ങനെല്ലാം പോയെന്ന് പറഞ്ഞാൽ അവസാനം എന്ത് ചെയ്യും? കറക്കി കുത്തി എവിടെ കൊണ്ടുവരും? നമ്മളെ പിടിച്ചെടുത്ത് എന്ന് കൊണ്ടുവന്ന് പിടിച്ചെടുത്ത് കൊണ്ടുവരും. അത് ദൈവം സലണ്ടറാക്കി കൊണ്ടുവരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ദൈവത്തിന് അത്രമാത്രം ആരെ സ്നേഹമാണ്, നമ്മളെ ഇഷ്ടമാണ്. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാനുണ്ട്, നമ്മുടെ അവസ്ഥ മാറ്റാനുണ്ട്. ദൈവം നമ്മളോട് പറഞ്ഞതിനെല്ലാം ദൈവം നീതി എഴുതുന്നുണ്ട്. ദൈവം നമ്മളോട് പറഞ്ഞ ഒരു വാക്ക് പോലും ദൈവം മറന്നുപോയിട്ടില്ല. നമ്മൾ മറന്നുപോയാലും ആരും മറക്കത്തില്ല. ദൈവം അത് തരാൻ വേണ്ടിയാണ്. അത്രമാത്രം ആരെ സ്നേഹിക്കുന്നുണ്ട്? നമ്മളെ സ്നേഹിക്കുന്നു. അത് കീഴ്പ്പെടാൻ പറ്റാത്തൊരു പരാജയപ്പെട്ടു പോകും. അതിനെ കീഴ്പ്പെട്ട് സലണ്ടറായി അതിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവൻ വിജയം പ്രാപിക്കും, നന്മ പ്രാപിക്കും, അനുഗ്രഹം പ്രാപിക്കും. സ്തോത്രം. അവൻ പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് വന്നേ പറഞ്ഞു. അടുത്തത് സ്തോത്രം. കണ്ടില്ലയോ, നേരത്തെ കാട്ടിയും ഇരട്ടിയായിട്ട് സമുദ്രം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കടൽ എന്ത് ചെയ്തുകൊണ്ട് കോപിച്ചുകൊണ്ടിരിക്കുക. അവരോട് പറയുക, ഉത്തരം ചോദിക്കുക, ഞങ്ങൾ ഇതെല്ലാം അടങ്ങാൻ വേണ്ടി ഞങ്ങൾ എന്തോ ചെയ്യുന്നത്? നീ ഒന്ന് പറയുക. നീ എന്തു പറഞ്ഞാലും ഞങ്ങൾ എന്ത് ചെയ്യും?
അത് ചെയ്യും. അടുത്തത് അവൻ അവരോട്, ആ. എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവിൻ. ആ. അപ്പോൾ സമുദ്രം അടങ്ങും. സ്തോത്രം. അവൻ തന്നെ പറയുക, എന്ത് പറയുക? എന്നെ എന്ത് ചെയ്താൽ മതി? എടുത്ത കടലിലോട്ട് കിട്ടാ മതി. സമുദ്രം എന്ത് ചെയ്യും? സൈലന്റ്. ഞാൻ ചെയ്യാത്തതാ, ചെയ്യാതെ ഓടി വന്നവനാ, പറഞ്ഞത് ചെയ്യാതെ അനുസരിക്കാത്തവനാ. ഇനി ഒരു കാര്യം ചെയ്തു, എത്ര നേരം ഉറങ്ങുകയല്ല ചെയ്തു, ഇനി എന്നെ എന്ത് ചെയ്താൽ മതി? കടലിലോട്ട് വിട്ടു. ഈ സമുദ്രം എന്ത് ചെയ്യും? അടങ്ങും. സ്തോത്രം. അവരുടെ കാലും കൈ കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഇവൻ ദൈവത്തെ വിട്ട് ഈ കപ്പലിൽ കയറിയപ്പം തന്നെ ഇങ്ങനെ, ഇനി ഇവനെ വല്ല തൊട്ട് കഴിഞ്ഞാൽ ഈ കപ്പൽ മൊത്തം പോകുന്നുള്ള പേടിയായി. ഇനി ഇതിന്റെ അടി ഇനി ഇരട്ടിയാവും. അവൻ തന്നെ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ എന്നെ ഇട്ടോ. സ്തോത്രം. കുഴപ്പമില്ല, ഇട്ടോ. അപ്പോഴും അവർക്ക് ഇടാൻ എന്തുവാ? പേടിയാ. അവർ നോക്കിയപ്പോ ഇവനെ വെച്ചപ്പം തന്നെ ഇത്രയും പ്രശ്നം. ഇനി ഇവനെ എടുത്ത് ഇവന് വേണ്ടി എതിരായി ഇവനെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പോയില്ലേ കാര്യം. സ്തോത്രം. അടുത്തത് എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു ആ. എന്ന് പറഞ്ഞു. ആ. എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിന് മുറുകെ കണ്ടുവച്ചു. ആ. എങ്കിലും സമുദ്രം കോപിച്ചു കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. സ്തോത്രം. കണ്ടോ? ദൈവത്തെ വിട്ടുപോയതിന്റെ അടി അവൻ കൊണ്ടേ പറ്റത്തു. ദൈവമക്കൾ കൊണ്ടേ പോലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്റെ അടി കൊണ്ടേ പറ്റത്തു. അത് മാറ്റാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു അടിയുണ്ട്, അതിനൊരു സിമ്പിൾ ഒരു അടിയുണ്ട്. സ്തോത്രം. അവരെന്ത് ചെയ്തു? ഇനി ഇവനെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് ഓർത്ത് അവർ ആവ് നോക്കി കരയിലോട്ട് ഒന്ന് അടുപ്പിക്കാൻ നോക്കി. കരയിലോട്ടും അടുക്കുന്നില്ല. പിന്നെ പ്രശ്നം കൂടുന്നേ ഉള്ളൂ. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവനാവുന്ന ഇവനെ ഇടാൻ പേടിയാ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ ഇരുന്നപ്പം തന്നെ ഇത്രയും പ്രശ്നമാണെങ്കിൽ ഇനി ഇട്ട് കഴിഞ്ഞാൽ ഇതിന് വലിയ പ്രശ്നമോ അനുഭവിക്കേണ്ടതെന്ന് ഓർത്ത് അവർ പേടിച്ചിരിക്കും. അടുത്തത് അവർ യഹോവയോട് നിലവിളിച്ചു. ആ. അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. സ്തോത്രം. ഒരു മിനിറ്റ്. ആ വാക്യം പ്രാധാന്യമാണ്. നേരത്തെ പറഞ്ഞു, പ്രശ്നങ്ങൾ വന്നപ്പോൾ അവരുടെ ദേവന്മാരെ അവർ വിളിച്ചു. അവർ ആ പരിപാടി നിർത്തി. ഈ ദേവന്മാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. അടുത്തത് പറയുക, അവർ യഹോവയെ നിലവിളിച്ചു. ജീവനുള്ള ദൈവത്തെ നിലവിളിച്ചു. കർത്താവേ, ഈ ഭക്തനോട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾക്ക് അതിനകത്ത് ശിക്ഷ അനുഭവിക്കേണ്ട വരുമോ, പ്രതിസന്ധി അനുഭവിക്കേണ്ട വരുമോ എന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഇന്ന് പ്രിയ മക്കളെ, നമ്മളെ കുറിച്ച് നമുക്കെതിരെ നിൽക്കുന്നത് നമ്മളെ ദൈവത്തെ ആരാധിക്കണം. ആ രീതി പോകണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സാക്ഷിയായി തീരണം. ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും ജയിച്ച് കാണിച്ചു കൊടുക്കുന്നതിന് പിന്നെ മനസ്സിലാവും നമ്മൾ പോകുന്ന റൂട്ടല്ല പോകുന്നത്, ശരിയായിട്ടില്ല. ആ റൂട്ടിൽ പോയാലേ ആരനുഗ്രഹിക്കത്തുള്ളൂ? ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. സ്തോത്രം. ദൈവത്തെ കണ്ട് ഇറങ്ങി ഒഴിച്ച ദൈവമക്കളെ എല്ലാം, അവരുടെ തലമുറയെല്ലാം ആ സ്തോത്രം, ദൈവത്തെ അറിയാത്ത കുടുംബത്തിലുള്ളവരെല്ലാം പരിഹസിക്കാറുണ്ട്. അവന്മാർ നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തോ? ഇപ്പം കുഞ്ഞുങ്ങൾ ദൈവത്തെ കണ്ടിറങ്ങിയ കുഞ്ഞുങ്ങളാ ഇപ്പം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഭാവിയുള്ളത്. ഇത് പറയുന്നവന്മാരുടെ എല്ലാം മക്കൾക്ക് ഒരു ഭാവിയില്ല, ഒരു ഉയർച്ചയില്ല, നന്മയില്ല. വീട്ടിൽ അടങ്ങി കുടുങ്ങി ഒരു മൂലയെ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മളെ മക്കളല്ല എന്തെയോ അനുഗ്രഹത്തോട് പുറത്തു വന്നുകൊണ്ടിരിക്കുക, മാനിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ ഓർക്കുക, അവര് ആ വിളി നിർത്തി. അവരതുവരെ വിളിച്ച രീതിയെല്ലാം മാറ്റി. അവർ മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് ആരെ വിളിക്കാൻ തുടങ്ങി? ജീവനുള്ള ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. സ്തോത്രം. അടുത്തത് സ്വതം. പിന്നെ അവരൊന്നും നോക്കിയില്ല. യഹോവയോട് നിലവിളിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? യോനയും പറഞ്ഞതാ, എന്നെ എടുത്തിട്ടോളാൻ. ആമേകാലം. യോന എന്ത് ചെയ്തു? സമുദ്രത്തിലേക്ക് എടുത്തിട്ടു. സമുദ്രത്തിന്റെ സകല പ്രശ്നങ്ങളും മാറി, ശാന്തമായി. സ്തോത്രം. അടുത്തത് ദൈവമക്കളെ, ദൈവം പറയുന്നത് കേൾക്കാതെ പോയ അടിയുണ്ട് എന്ന് പറഞ്ഞ് കൈവിടുന്നവനല്ല ദൈവം, ഉപേക്ഷിക്കുന്നവനല്ല ദൈവം. അടുത്തത് കണ്ടോ? അവരുടെ നേർച്ചയും അവരുടെ യാഗവും എല്ലാം പിന്നെ ആരൊക്കെ വേണ്ടിയാ? ജീവനുള്ളത്. ഞാൻ ഓർക്കുക, യോനെ അങ്ങനെ പോയത് കൊണ്ട് കപ്പലിലുള്ളവരെല്ലാം മാനസാന്തരപ്പെട്ടു. ആരെ അറിഞ്ഞു? ജീവനുള്ള ദൈവത്തെ അറിഞ്ഞു. ഇനി അവർ കരയിൽ കയറുമ്പോൾ അവരുടെ ദൈവങ്ങളുടെ പുറകെ പോത്തില്ല. അവരുടെ യാഗവും എല്ലാം ആർക്കു വേണ്ടിയാ? കർത്താവായ യഹോവയ ദൈവത്തിന് വേണ്ടിയാ. അവർ ദൈവത്തെ മാത്രമേ സേവിക്കത്തുള്ളൂ. കാര്യം ജീവനുള്ള ദൈവം എന്തെന്ന് അവർ തിരിച്ചു. ഒരു ദൈവപൈതല് ഇങ്ങനെ അനുസരണക്കേട് കൊണ്ട് പോയതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ആരെ അറിയാൻ പറ്റി? ദൈവത്തെ അറിയാൻ പറ്റി. സ്തോത്രം. നേരത്തെ രാവിലെ കേട്ട സാക്ഷ്യം പോലെ പൊന്നു ഞാൻ ജോലിയായിരുന്നു ഇങ്ങനെ പോത്തേ ഉള്ളൂ. ഞാൻ ജോലി വിട്ടാൽ കടയിൽ പോയതുകൊണ്ടാ ഒറ്റ മണിക്കൂർ കൊണ്ട് ഒരാളെ പരിചയപ്പെട്ടു. ഒറ്റ മണിക്കൂർ കൊണ്ട് വിശ്വാസം. സ്തോത്രം. എങ്ങനെ വന്നു?
സ്വന്തം ഓരോ മുഖാന്തരം ദൈവം ഒരുക്കും. ഓരോ വഴിക്ക് അപ്പോഴുള്ള ബുദ്ധി ദൈവം തുറക്കും. നമ്മൾ ഓർക്കും അയ്യോ ഇത് മണ്ടത്തരമാണെന്ന് ഓർക്കും. പക്ഷെ അത് പോകുന്നതായിരിക്കും ആര് തുറക്കുന്നത്? ദൈവം അടുപ്പിക്കുന്നത്, ദൈവം അടുപ്പിക്കുന്നത്, ദൈവം തുറന്നു തരുന്നത്. സ്വന്തം ദൈവം തുറന്നു തരുന്നത്. ഇപ്പം വേറെ ആളെ വരെ കൊണ്ടുപോകാനുള്ള യോഗ്യതയുള്ളൂ. ഇപ്പം വേറൊരാളോട് വേണമെന്ന് പറഞ്ഞാൽ മതി, നിമിഷം തന്നെ കൊണ്ട് അവർ വിസ അയച്ചു കൊടുക്കാൻ തയ്യാറാണ്. കൊണ്ടുപോയി സഹായികളെ കൊണ്ടുപോകാൻ ആ ലെവലിലേക്ക് ആര് കൊണ്ടുവന്നു? സ്വന്തം ദൈവം കൊണ്ട്. അതാണ് ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ പ്രവൃത്തികൾ. പിന്നെ സ്വന്തം ദൈവം ദൂത് തന്നെന്ന് പറഞ്ഞു, ദൈവം അനുഗ്രഹം തന്നെന്ന് പറഞ്ഞു. അതിനകത്ത് കഷ്ടപ്പാടുണ്ട്, പ്രയാസമുണ്ട്. പക്ഷെ അതിനെ തരണം ചെയ്താൽ മാത്രമേ നമുക്ക് നന്മ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ, അനുഗ്രഹം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ എനിക്ക് വയ്യ എന്നൊരിക്കലും പറയല്ലേ. ദൈവം എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ ഈ നന്മയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ജോലിയിലേക്ക് ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ സകല നന്മയും അനുഗ്രഹവും ആര് പ്രാപിക്കും? നമ്മൾ പ്രാപിക്കും. ആ പൂർണ്ണ ബോധ്യത്തോടെ പ്രാർത്ഥിച്ചോണം. എങ്കിലേ ദൈവം പിടിച്ചു നിൽക്കാനുള്ളതും ആ അനുഗ്രഹവും വാഗ്ദത്തവും ദൈവം തരത്തുള്ളൂ. നാളെ ഇതെല്ലാം വിട്ട അയ്യോ എനിക്ക് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റൂ? ദൈവം പറയും അനുഗ്രഹം തരുമ്പോൾ നിനക്ക് വേണ്ടെന്നാ പറയുന്നത്. പിന്നെ ഞാൻ അങ്ങനെ നിന്നെ അനുഗ്രഹിക്കുന്നത്. സ്തോത്രം. അടുത്തത് സ്തോത്രം. കണ്ടോ, ദൈവത്തിന്റെ പൈതൽ അവൻ തെറ്റ് ചെയ്തു, അവന് ശിക്ഷ കടലിലേക്ക് അവനെ ഇട്ടു. പക്ഷെ അവിടെ അവരെ കരുതാൻ ഒരു ദൈവം ഒരു മത്സ്യത്തെ ഏൽപ്പിച്ചു. എന്ത് ചെയ്തു? യോന വെള്ളത്തിൽ വീണു, അപ്പോഴേ മത്സ്യം വന്ന് വിഴുങ്ങിയൊന്ന് പോയി. മത്സ്യത്തിന്റെ വയറ്റിലേക്ക് ആരെ കൊണ്ടുപോയി? യോനെ കൊണ്ടുപോയി. സ്തോത്രം. നേരത്തെ സുഖമായിട്ട് കിടന്നുപോയി. ഇനി അമ്മ സ്തോത്രം സ്പ്രിംഗ് ഹട്ടിൽ കിടക്കാൻ പോവാ. സ്പ്രിംഗ് ഹട്ടിൽ കിടന്നിട്ട് സ്പ്രിംഗ് ഹട്ടിൽ നിന്ന് അനങ്ങിക്കൊണ്ടിരിക്കാൻ പോവാ. സ്തോത്രം. നേരത്തെ സുഖമായിട്ട് കപ്പലിൽ അടി കിടന്നവനാ, ഉറങ്ങിക്കൊണ്ടിരുന്നവനാ. ഇനി നിനക്ക് ഉറക്കമല്ല കിട്ടാൻ പോകുന്നത്. ഇത്രയും നേരം നീ ഉറങ്ങിയതല്ല, നീ തിരിച്ച് നിലവിളിക്കാൻ പോവാ. എവിടെ നിന്നോണ്ടാ? സ്പ്രിംഗ് ഹട്ടിനകത്തിരുന്ന് സുഖിക്കാൻ പോവാ. സ്തോത്രം. കടലിൽ കൂടെ മീൻ പൊങ്ങിച്ചാടും, അപ്പോഴെല്ലാം ഇവനും പൊങ്ങിച്ചാടും. അതിനകത്തുള്ള അവസ്ഥ ഒന്ന് കണക്ക് കൂട്ട്. ആ മീൻ വളയും, ഇവനും വളയണം. സ്തോത്രം. മീൻ എന്തൊക്കെ നൂരും, ഇവനും നൂരണം. സ്തോത്രം. മീൻ എന്തൊക്കെ കഴിക്കുന്ന അതെല്ലാം ഇവന്റെ അടുത്തോട്ടാണ് വരുന്നത്. പ്രൈസലോ. ഇവന്റെ അടുത്തോട്ടാണ് വരുന്നത്. ഇവന്റെ അവസ്ഥ നോക്കിക്കോണം. പ്രൈസലോ. എന്നിട്ടും ആരും വിട്ടിട്ടില്ല, ദൈവം വിട്ടിട്ടില്ല. ചെയ്തതിന്റെ ശിക്ഷയാ അനുഭവിക്കുന്നത്, ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നത്. സ്തോത്രം. ആരുടെ അടുത്ത് കിടക്കുക? മീന്റെ വയറ്റി കിടക്കുക. ഇതേപോലെ നമ്മുടെ അവസ്ഥ. നമ്മൾ ദൈവത്തിന്റെ സരി അടുക്കും, ദൈവം പറയുന്ന കേൾക്കും, ഇടയ്ക്കൊന്ന് മാറും, ഇടയ്ക്കൊരു അടി വിട്ടും, ഇപ്പുറത്ത് കയറും. പല പല മത്സ്യത്തിന്റെ വയറ്റിൽ കൂടെ നമ്മൾ ഇപ്പുറത്ത് വന്നത്. സ്തോത്രമാലേ. നമുക്കെല്ലാം ഒരു ചരിത്രമുണ്ട് പറയാൻ. ഏതെല്ലാം മത്സ്യത്തിന്റെ വയറ്റിൽ പോയതാ നമ്മൾ കറങ്ങി തിരിഞ്ഞ് എല്ലാം എന്ത് ചെയ്യും? പിന്നെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? കടലിന്റെ വെളി കൊണ്ടുവന്ന് ശ്രദ്ധിക്കുന്നത് വരെ. ശ്രദ്ധിച്ചിട്ട് തീർന്നോ? പിന്നെ അടുത്ത സ്റ്റെപ്പ് ദൈവം പറഞ്ഞ അനുസരിക്കാൻ പോകും. സ്തോത്രം. ഇത് ആദ്യമേ ചെയ്തായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായി, ആ കപ്പലിരുന്നവന്മാരെല്ലാം രൂപാന്തരപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. നമുക്ക് ദൈവം തരുന്ന അടി കണ്ടിട്ട് അവരെന്ത് ചെയ്തു? ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെട്ടു. ഇതേപോലെ നമുക്ക് അടി വരുന്ന കാണുമ്പോൾ മറ്റ് വിശ്വാസികൾ ഒന്നുകൂടെ ഒന്ന് ബലപ്പെടും. ചെല്ലണ്ട, ലോഡിൽ അവൻ പോയി, അവൻ അടി കിട്ടി, ആവശ്യമില്ലാതെ നമ്മൾ ഒരു എടുത്തിയടി എന്റെ പുറകെ പോണ്ട, നമുക്ക് ഉറച്ച് ഇവിടെ തന്നെ നിന്നാ മതി. ഇല്ലയോ? അങ്ങനെ ആ ദൈവമക്കൾ നിൽക്കുന്നത്. ദൈവമക്കൾ എത്തും. അതാ പറഞ്ഞ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഇല്ല. സാക്ഷി കേൾക്കുമ്പോഴേ അയ്യോ അത് ഇങ്ങനെ പോയാൽ മതി, ഈ രീതിയിൽ അങ്ങ് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എനിക്ക് സ്വസ്ഥതയുണ്ട്. സ്തോത്രം. അതിൽ കൂടെ പോയിട്ട് ആവശ്യമില്ലാത്ത അടി എന്തിനെ കൊള്ളുന്നത്? സ്തോത്രം. ദൈവമക്കളുടെ ഓരോ സാക്ഷ്യം കേൾക്കുന്നതിനാണ്. കേൾക്കുമ്പോൾ ബലപ്പെടാൻ തോന്നും. ചിലത് ബലപ്പെടും, ചിലത് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ തോന്നും, ചിലത് പാപത്തിൽ നിന്ന് പുറത്തു വരും, ചിലത് ദൈവത്തോട് അടുക്കും. അതിനനുസരിച്ച് എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. ഇതെല്ലാം ആ സാക്ഷി, ഇതെല്ലാം ആ സാക്ഷി. ദൈവത്തെ വിട്ടുപോയാൽ ദൈവം തരുന്നത് കൊള്ളണം. സ്തോത്രം. അത് നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് എടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. എല്ലാവർക്കും എഴുന്നേൽക്കാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ എഴുന്നേറ്റിരിക്കാം. നമ്മൾ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് എന്ന് പകല് ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കട്ടെ. ദൈവം എന്നോടൊരു വാക്ക് പറഞ്ഞാൽ ഞാനത് അനുസരിക്കാൻ തയ്യാറാവനാണ്. അനുസരിച്ചേ പറ്റത്തുള്ളൂ. അനുസരിക്കാതെ എനിക്ക് ദൈവത്തെ വിട്ട് ഒരു പരിപാടിക്ക് പോകാൻ പറ്റത്തില്ല. പരിപാടിക്ക് പോയാൽ അമ്മകാലം ഞാൻ കണക്ക് കാണിക്കേണ്ടി വരും. കണക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. കണക്ക് ചോദിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് കണക്ക് ചോദിക്കുമ്പോൾ ആ കർത്താവിന്റെ സന്നി എനിക്ക് കണക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്ന് പൂർണ്ണ ഹൃദയത്തോട് ദൈവസന്നിധിയിൽ നിന്ന് നമ്മളെ തന്നെ ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഉടച്ച് പാർത്തില്ല. ദൈവം എന്റെ കുറവാണോ, എന്റെ വീഴ്ച
ഭാഷകളാണോ എന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്? എന്റെ സംസാര രീതിയാണോ, എന്റെ സ്വഭാവ രീതിയാണോ, എന്റെ കൊടുക്കൽ വാങ്ങലാണോ, എന്റെ പ്രവൃത്തികളാണോ? ഏതപ്പാ 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 എനിക്ക് 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 ഉരിച്ചു മാറ്റേണ്ട ഏത് സ്വഭാവമാ, ആ ഏത് പ്രവൃത്തിയിൽ ഞാൻ പുറത്തു വരേണ്ടത്? ഇന്ന് പകൽ എനിക്കൊന്ന് പൂർണ്ണമായി അതിനകത്തുനിന്ന് പുറത്തു വരണം. എനിക്കൊന്ന് പുറത്തു വന്നേ പറ്റത്തുള്ളൂ. ആ അവസ്ഥ എന്റെ ജീവിതത്തിനകത്ത് മാറിയേ പറ്റത്തുള്ളൂ. ആ പ്രതികൂലം എന്റെ ജീവിതത്തിനകത്ത് മാറിയേ പറ്റത്തുള്ളൂ. എന്റെ കുറവിനെ ഞാൻ ഏറ്റു പറയുക അപ്പാ. എന്റെ നന്മയ്ക്കും അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്റെ സംസാരമാണോ, എന്റെ പ്രവൃത്തിയാണോ, എന്റെ കൊടുക്കൽ വാങ്ങലാണോ, എന്റെ ചിന്തകളാണോ? അപ്പാ പിതാവേ, ഇന്ന് പകൽ ഞാൻ പൂർണ്ണമായി ഏറ്റു പറയുന്നപ്പാ. എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പാ. ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിനകത്ത് ഇടപെടുന്നതാണോ എന്റെ നന്മയ്ക്ക് തടസ്സം? മറ്റുള്ളവരെ വിധിക്കുന്നതാണോ എന്റെ തടസ്സം? ഏതപ്പാ എന്റെ സ്വഭാവത്തിന്റെ തടസ്സം? ഇന്ന് പകലെല്ലാം ഒന്ന് മാറണേ അപ്പാ. എനിക്കൊന്ന് അനുഗ്രഹപ്പെട്ടേ പറ്റത്തുള്ളൂ. എനിക്കും എന്റെ തലമുറയ്ക്കും അനുഗ്രഹപ്പെടണം. എന്റെ കുടുംബത്തിന് അനുഗ്രഹപ്പെടണം. ശത്രുക്കൾക്കാകെ മേശയൊരുക്കുന്ന ദൈവത്തിന്റെ മഹത്വം എന്റെ കുടുംബത്തിനകത്തൊന്ന് വെളിപ്പെടണം. ദൈവസ്ഥലേക്ക് എന്നെ തന്നെ ഒന്ന് പൂർണ്ണമായൊന്ന് കഴുകി ശുദ്ധീകരിച്ച് എനിക്കൊന്ന് പുറത്തു വരണം. ഇന്ന് ദൈവത്തിന്റെ വചനം കേട്ടോണ്ടിരിക്കുന്ന ദൈവജനമേ, നീ ഇരിക്കുന്നിടത്ത് നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചേൽപ്പിച്ചു. ദൈവസ്ഥനെ നിന്നെ തന്നെ ഒന്ന് ഉടച്ചേൽപ്പിച്ചു. കർത്താവെ, ഒന്നുകൂടി ഒന്ന് കഴുകാൻ നീ തയ്യാറാണോ? ഈ യേശുവിന്റെ രക്തം നിനക്ക് വേണ്ടി വീണ്ടും ഒഴുകുക, നിനക്ക് വേണ്ടി ഒഴുകുക, നിന്റെ കുടുംബത്തിന് വേണ്ടി ഒഴുകുക, നിന്റെ സ്വഭാവത്തിന് വേണ്ടി ഒഴുകുക, നിന്റെ ബലഹീനങ്ങൾക്ക് വേണ്ടി ഒഴുകുക. ഇന്ന് യേശുവിന്റെ രക്തം ഒഴുകുക. ആ യേശുവിന്റെ രക്തത്താൽ ഒന്നുകൂടി ഒന്ന് കഴുകി ശുദ്ധീകരിക്കുന്നുവെങ്കിൽ ഇന്ന് പകല് നീ കേട്ടോണ്ടിരിക്കുന്ന വചനത്ത്, നീ കേട്ടോണ്ടിരിക്കുന്ന സ്ഥലത്ത്, നീ കേട്ടോണ്ടിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിന്നെ ഒന്ന് കഴുകുവാൻ ആഗ്രഹിക്കുന്നു. ആ കഴുകി ഒന്ന് പുറത്തുക. ആ യേശുവിന്റെ രക്തത്താൽ കഴുകി ഒന്ന് പുറത്തുക. ഒന്നുകൂടി ഒന്ന് ശുദ്ധി പ്രാപിച്ച് പുറത്തുക. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ദൈവം നിന്റെ മേൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. ഇന്ന് ഇവിടെ ഇറങ്ങുന്നത് ആ അനുഗ്രഹത്തിലേക്ക് എന്റെ കുടുംബത്തെ മാറ്റാൻ പോവുക. ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുന്നത് എനിക്കൊരു അനുഗ്രഹമാണ്.